ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെഹബൂബിനെ കണ്ടുമുട്ടുന്ന ദിവസമാണത്. നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? മരിക്കുക എന്ന് പറയുമ്പോൾ പേടിയാണ്. എന്തിനാ പേടിക്കുന്നത്? നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കാണാൻ നമ്മൾ യാത്ര പോകുന്നത് നമുക്ക് പേടിക്കേണ്ട കാര്യമുണ്ടോ? അള്ളാഹു എന്ന മെഹബൂബിനെ കാണാൻ പോകുന്ന യാത്രയാണത്. പിന്നെ ആഖിറത്തിലേക്ക് ഒന്നും ചെയ്യാത്തവർക്ക് പേടി വരും. മാലനാ നക്റഹുൽ ആഖിറ എന്ന് അബൂ ഹാസിം തങ്ങളോട് അന്നത്തെ ഭരണാധികാരി ചോദിച്ചപ്പോഴേ മഹാനായ അല്ലാമ അബൂ ഹാസിം തങ്ങൾ കൊടുത്ത മറുപടി ഉണ്ട്, അന്നകും അമ്മർതും ദുനിയാകും വഖറബതും ഉഖറാകും. ദുനിയാവിൽ നിങ്ങൾ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരുപാട് വരുമാനം കാര്യമൊക്കെ റെഡിയാ, പരലോകത്തേക്കോ ഒന്നും ചെയ്തിട്ടില്ല, അപ്പൊ നിങ്ങൾക്ക് പേടിയുണ്ടാവും. നേരെ മറിച്ച് നമ്മുടെ നിസ്കാരവും നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റവും ഒക്കെ അള്ളാഹുവിനനുസരിച്ചാണെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കുന്നത്? മോളെ, ഇത് ഉപ്പയുടെ അവസാനത്തെ ദിവസമാണ്. ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിന്റെ ചെറിയ ചെറിയ അനുഭവങ്ങൾ മുതൽ എല്ലാം ഹബീബിന്റെ കൂടെ കണ്ടു വളർന്ന മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. എല്ലാം കണ്ടു വളർന്ന മോളാണ്. അതുകൊണ്ട് ബീവിക്ക് നബിയോട് വലിയ അറ്റാച്ച്മെന്റ് ആണ്. അതുകൊണ്ടാണ് നബി തങ്ങളുടെ മറ്റു 3 പെൺകുട്ടികളുടെ കഥ നമ്മൾ അധികം കേൾക്കാത്തത്. ഫാത്തിമ ബീവിയുടെ ജ്യേഷ്ഠത്തിമാരില്ലേ, സൈനബ് റളിയല്ലാഹു അൻഹ, റുഖയ്യ ബീവി, ഉമ്മു കുൽസൂം ബീവി, ഇവരൊക്കെ ഫാത്തിമ ബീവിയുടെ ജ്യേഷ്ഠത്തിമാരാ. പക്ഷെ അവരുടെ ചരിത്രങ്ങളൊന്നും അധികം നമുക്ക് കേൾക്കാൻ കഴിയില്ല. അവര് നേരത്തെ കല്യാണം കഴിച്ചു പോയി അവരുടെ ഭർത്തൃ വീട്ടിലാണ്. ഫാത്തിമ ബീവിയാണെങ്കിലോ നുബുവത്തിന്റെ കാലം മുതൽ ഹബീബിന്റെ ജീവിതത്തിന്റെ ഹബീബിന്റെ കൂടെയാണ്. ചെറിയ മോളല്ലേ, ഉപ്പക്ക് അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ കണ്ടു വളർന്ന മോളാണ്. അന്ന് ഒട്ടകത്തിന്റെ ചീഞ്ഞ് നാറുന്ന കുടൽമാല, ഒരു കന്നുകാലിയുടെ വേസ്റ്റ്, എന്തായിരിക്കും എന്നെ നാറ്റം ഒന്ന് ആലോചിച്ചു നോക്കി. നമ്മുടെ നാട്ടിലെ പഞ്ചായത്തിന്റെ വേസ്റ്റ് കൊണ്ടുപോയി ഇടാൻ വിടുവോ? അതിന്റെ നാറ്റം കൊണ്ട് കുഴി കുത്തി കുഴിച്ചു മൂടണ്ടേ? ഒരു മൃഗത്തിന്റെ വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ ആ സാധനം ഹബീബായ നബിയുടെ പിരടിയിൽ കൊണ്ടുവന്ന് ഇട്ടുകൊടുത്ത ഒരു ദുഷ്ടനുണ്ട്, പുണ്യ നബി തങ്ങൾ അത്രമേൽ വേദനിപ്പിച്ച ആളാണ്. കഴുത്ത് പൊക്കാൻ പറ്റിയില്ല നബി തങ്ങൾക്ക് സുജൂദിൽ നിന്ന്. ആരാ എടുത്തു കൊടുത്തെന്നറിയോ? ഈ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ. വേസ്റ്റ് ആണിത്, ഒട്ടകത്തിന്റെ ബ്ലാഡർ ആണിത്. അതൊക്കെ കൈകൊണ്ടെടുത്ത് ആ കുഞ്ഞുമോൾക്ക് കൈകൊണ്ട് പൊക്കിയിട്ട് പൊങ്ങുന്നില്ല. ഉപ്പയോട് പറയാണ്, ഉപ്പ വിഷമിക്കല്ലേ, ഞാൻ അങ്ങയെ കഴുകിത്തരാം. കാരണം വേസ്റ്റ് ആണ്. ഹബീബിന്റെ തലയിൽ കൊണ്ടുപോയി ഒന്നിനല്ല അള്ളാഹുവിന് സുജൂദ് ചെയ്തത് ഇഷ്ടമില്ലാത്ത അന്നത്തെ ദുഷ്ടന്മാർ. എന്നിട്ട് നബി തങ്ങളുടെ തലയിൽ നിന്ന് ഇതെല്ലാം എടുത്തു മാറ്റി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ഹബീബിന്റെ തല കഴുകി കൊടുത്ത മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. അങ്ങനെ എത്ര അനുഭവങ്ങൾ. അതുകൊണ്ട് ബീവിക്ക് ഉപ്പയോട് വലിയ അറ്റാച്ച്മെന്റ് ആണ്. ഫാത്തിമ ബീവി പറയുന്നു, എന്റെ ഉപ്പ എന്നോട് പറഞ്ഞു, മോളെ, ഇതെന്റെ ലോകത്തെ അവസാനത്തെ ദിവസവും എന്റെ പരലോകത്തെ ആദ്യത്തെ ദിവസവുമാണ്. ഞാൻ കരഞ്ഞു. ഞാനപ്പോ വല്ലാണ്ട് വേദനിച്ചു കരഞ്ഞു. അങ്ങ് യാത്ര ചോദിക്കുകയാണോ? 63 വയസ്സല്ലേ ആയുള്ളൂ. താടിയിലും തലയിലുമായി 10-20 രോമങ്ങളെ നരച്ചിട്ടുള്ളൂ നബി തങ്ങൾക്ക്. കുടവയറില്ല, ഒരു ആരോഗ്യ പ്രശ്നവും തങ്ങൾക്കില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പനി ബാധിച്ചത് മാത്രമാണ്. പക്ഷേ ഇത് അല്ലാഹുവിലേക്കുള്ള യാത്രയാണ്, അതിന്റെ അടയാളമാണെന്ന് തങ്ങൾക്ക് അറിയാമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബീവി കരഞ്ഞു. അരികത്തേക്ക് വീണ്ടും നബി തങ്ങൾ വിളിച്ചു. ഒരു സ്വകാര്യം കൂടെ പറയുന്നു. ആ സ്വകാര്യം പറഞ്ഞപ്പോൾ ബീവി ചിരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ചിരിച്ചെന്നറിയോ? മോളെ, അൻസി അവ്വലു അഹ്ലി ലഹാഖൻ ബി. മോളെ, ഉപ്പ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉപ്പയുടെ അരികത്തേക്ക് വരാൻ പോകുന്ന, ഉപ്പയെ പോലെ ഖബറിലേക്ക് വരാൻ പോകുന്ന എന്റെ കുടുംബത്തിലെ ആദ്യത്തെ, എന്റെ കുടുംബത്തിലെ മെമ്പർ അത് മോളെ നിങ്ങളാണ്, മറ്റാരുമല്ല, എന്റെ ഭാര്യമാരാരുമല്ല. ഞാൻ മരിച്ചാൽ പിന്നെ ഉടനെ മരണം സംഭവിക്കുന്ന എന്റെ കുടുംബത്തിലെ ഒരാൾ നിങ്ങളാണ് മോളെ, നിങ്ങളാണ് എന്റെ അരികത്തേക്ക് ആദ്യമായി കടന്നു വരുന്നത്. എന്നിട്ട് പറഞ്ഞു, അമാ തർദീൻ, ഫാത്തിമ, നിങ്ങൾക്ക് ഇഷ്ടമല്ലയോ അൻതകൂനി സയ്യിദത നിസാഇൽ ജന്ന, സ്വർഗ്ഗത്തിലെ എല്ലാ പെണ്ണുങ്ങളുടെയും നേതാവ് നിങ്ങളാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? സ്വർഗ്ഗലോകത്തേക്കുള്ള യാത്ര എന്റെ കുടുംബത്തിൽ ആദ്യമായി എനിക്ക് ശേഷം നടക്കുന്നത് നിങ്ങളുടേതാണ്. അതിന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചിരിച്ചു. ആരുടെ മോളായത്? പുണ്യ നബിയുടെ മോളാണ്, ലോകപ്രവാചകരുടെ അന്ത്യറസൂലിന്റെ മോളാണ്. നമ്മുടെ മക്കളോട് ആരെങ്കിലും വാപ്പങ്ങ് പറഞ്ഞോക്കണ്ട, മോളെ വാപ്പ പോവാട്ടോ, അവന് അടുത്തത് മോളാട്ടോ, അവിടെ വീണ് മരിക്കും ചിലപ്പോ പേടിച്ചിട്ട്, അല്ലേ? സന്തോഷിക്കുക ചെയ്യാ, പേടിക്കൂലേ? അല്ലാ, വാപ്പകളൊന്നും പറയില്ലേ, സമയമായിട്ടില്ല, എനിക്ക് ഇപ്പോഴും പോരാനായില്ല, ഇതല്ലേ പറയാ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചത് ഉപ്പയുടെ അരികത്തേക്ക് ആദ്യം എത്തുന്നത് ബീവിയാണെന്ന് അറിഞ്ഞപ്പോഴാ. ആ ചിരിക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധി വേണം. അതങ്ങനത്തെ ഒരു ചിരിയാണത്.
അത് സന്തോഷം, വിഷയത്തിന്റെ മർമ്മമറിഞ്ഞുള്ള ചിരിയാണ്. പുണ്യനബിയുടെ ജീവിതത്തിലെ പുഞ്ചിരിയും ചിരിയുമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. എനിക്ക് ചെറിയൊരു കൺസേൺ, ഒരു ചെറിയൊരു വിഷമം തോന്നുന്നത് ആളുകൾ നിൽക്കുന്നുണ്ട്. എനിക്ക് ഇച്ചിരി കസേരയും കൂടെ കൊണ്ടുവരാൻ പറ്റൂലേ ഇബ്രാഹിം? കൊണ്ടുവരണ്ടോ? ഇൻഷാ അല്ലാഹ്. നിൽക്കുമ്പോൾ കുറച്ചേരൊക്കെ നിൽക്കുമ്പോഴേ കഴിയുള്ളൂ. ഞാൻ ഈ സ്റ്റാൻഡിലോട്ട് ഇങ്ങനെ പിടിച്ചു നിന്ന് ഇങ്ങനെ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പോകും. പക്ഷെ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ കുഴങ്ങിപ്പോകും അല്ലേ? ബസ്സിലൊക്കെ ഒരു കമ്പി കിട്ടാഞ്ഞാൽ എന്താ അവസ്ഥ എന്ന പോലെ നിങ്ങൾ നിൽക്കുന്നിടത്ത് നിങ്ങളുടെ ആ വിഷമത്തിൽ ഞാൻ പങ്കുചേരുകയാണ്. ഇൻഷാ അല്ലാഹ് കസേര വരുന്നതിനനുസരിച്ച് എല്ലാവരും ഒന്ന് എന്ത് ചെയ്യുക, പരസ്പരം സഹകരിക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് പാപങ്ങൾ പൊറുക്കപ്പെട്ട ശുദ്ധിയുള്ള മഹാന്മാരായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം. ഊമു മഗ്ഫൂറൻ ലക്കും എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്ന ഒരു വിഭാഗമുണ്ട്. നിങ്ങൾ എഴുന്നേറ്റോളൂ, നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അങ്ങനത്തെ ഒരു മജ്‌ലിസായി നമ്മുടെ ഈ ഖുദ്ദാമുൽ ഇസ്ലാം മഹല്ല് കമ്മിറ്റിയുടെ ഈ പരിപാടി അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾക്ക് നഷ്ടമാവില്ല. ഈ രാത്രി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സ്വാലിഹായ അമലായി അല്ലാഹു രേഖപ്പെടുത്തും. അല്ലാഹു രേഖപ്പെടുത്തി തരട്ടെ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പുണ്യനബി തങ്ങൾ പറഞ്ഞു, മോളെ, നിങ്ങളാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ അരികത്തേക്ക് ആദ്യം വരുന്നത്. ആരാണ് ഈ മോളെന്നറിയുമോ? ഹിയ ഉമ്മു മൻ ഹിയ ബിൻതു മൻ ഹിയ സൗജു മൻ ഹിയ ഉമ്മു മൻ ഹിയ ബിൻതു മൻ ഹിയ സൗജു മൻ فمن يباري من ذا يباري في الأنام علاها أما أبوها فهو أكرم مرسلي جبريل بالتوحيد قد رباها وعلي سيف لا تسل عنه سوى سيفا غدا بيمينه تياها. അല്ലാമ ഇഖ്ബാലിന്റെ അറബിയിലുള്ള ഒരു കവിതയുള്ളൂ എനിക്കറിയുന്നിടത്തോളം. as far as I know, ഒരു കവിത അദ്ദേഹം അറബി പാടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഉറുദുവിലും കൂടുതലും പേർഷ്യനിലുമാണ്. അല്ലാമ മുഹമ്മദ് സർ മുഹമ്മദ് ഇഖ്ബാൽ റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിഅ. അദ്ദേഹം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ മനോഹരമായി പുകഴ്ത്തി പറയുന്ന ഒരു കവിതയാണ്. ഇത് പറയാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ചില ആളുകളൊക്കെ മറിയം ബീവിയെ വല്ലാണ്ട് പുകഴ്ത്തിയിട്ട്, ക്രിസ്ത്യാനികളായ സഹോദരങ്ങൾ, അവർ പറഞ്ഞു, മറിയം ബീവിയുടെ മഹത്വം എന്താണല്ലേ, ഖുർആനിൽ പേരില്ലേ, ഞങ്ങളുടെ ഈസാ നബിയുടെ യേശുക്രിസ്തുവിന്റെ ഉമ്മയുടെ പേരല്ലേ അത് മറിയം, അവരൊരു പ്രവാചകന്റെ ഉമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പറഞ്ഞപ്പോ ഫാത്തിമ ബീവി ആരാ നിങ്ങൾക്കറിയുമോ എന്ന് അതിന് മറുപടി കൊടുത്തതാണ് ഇഖ്ബാൽ. ഹിയ ഉമ്മു മൻ ഹിയ ബിൻതു മൻ ഹിയ സൗജു മൻ من ذا يباري في الأنام علاها أما أبوها فهو أكرم مرسل جبريل بالتوحيد قد رباها وعلي سيف لا تسل عنه سوى سيفا غدا بيمينه تياها هي أم من ഇതാരുടെ ഉമ്മയാണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഹിയ ഉമ്മു മൻ ഹിയ ബിൻതു മൻ ഹിയ സൗജു മൻ. ഇതാരുടെ മോളാണ്? ആരുടെ ഭാര്യയാണിത്? ആരുടെ ഉമ്മയാണ്? ആരുടെ ഭാര്യയാണ്? ആരുടെ മോളാണ് ഫാത്തിമ എന്നറിയുമോ? ബിൻതു റസൂലില്ലാഹി ബിൻതു റസൂലില്ലാഹി വഹിബ്ബു റസൂലില്ലാഹ്. പുണ്യനബി തങ്ങൾ അത്രമേൽ സ്നേഹിച്ച മോളാണ്, ഹബീബിന്റെ മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഹിയ ബിൻതു മൻ ഹിയ സൗജു മൻ. ആരുടെ ഭാര്യയാണ്? അലി റളിയല്ലാഹു അൻഹു എന്ന വിജ്ഞാനത്തിന്റെ മഹാനഗരിയുടെ കവാടം, ആ മഹാന്റെ ഭാര്യയാണിത്. ആരുടെ ഉമ്മയാണ്? ഹിയ ഉമ്മു മൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന. സ്വർഗ്ഗത്തിലേക്ക് വരുന്ന മുഴുവൻ സ്വർഗീയവാസികളുടെയും നേതാവ്, എല്ലാവരുടെയും പുരുഷന്മാരുടെ നേതാവ്, പെണ്ണുങ്ങളുടെ നേതാവ് ഫാത്തിമ ബീവി. പുരുഷന്മാരുടെ നേതാവ് ആര്? രണ്ടുപേരാണ്, അൽ ഹസൻ വൽ ഹുസൈൻ സിബ്താ റസൂലില്ലാഹ്. നമ്മുടെ ഹബീബിന്റെ പേരക്കുട്ടികളായ, എത്രയോ തവണ ഹബീബായ നബി തങ്ങൾ വാരിയെടുത്ത് ഉമ്മ വെച്ച് സ്നേഹം കാണിച്ച, അല്ലാഹുമ്മ ഹിബ്ബഹുമാ, എന്റെ ഈ രണ്ട് മക്കളെ നീ സ്നേഹിക്കണേ, എനിക്കവരെ ഇഷ്ടമാണ് റബ്ബേ. വഹിബ്ബ മൻ യുഹിബ്ബഹുമാ മൻ യുഹിബ്ബുഹുമാ, അവരെ സ്നേഹിക്കുന്നവരെയും
എല്ലാവരെയും സ്നേഹിക്കണമേ റബ്ബേ. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയാണ്. അതുകൊണ്ട് രാവിലെ അല്ലാഹുവിനെ സാക്ഷി നിർത്തുകയാണ്, അല്ലാഹുവേ നിന്റെ ഹബീബിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു റബ്ബേ. അവിടുത്തെ മോള് ഫാത്തിമ ബീവിയെ റളിയല്ലാഹു അൻഹയെ സ്നേഹിക്കുന്നു റബ്ബേ. അവിടുത്തെ മക്കള് ഹസൻ ഹുസൈനാർ എന്നവരെ, മുഹ്സിൻ എന്നവരെ, സൈനബുൽ കുബ്ര ബീവിയെ, ഉമ്മു കുൽസൂം എന്നവരെ, അഹ്ലു ബൈത്തിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. أما أبوها فهو أكرم مرسل جبريل بالتوحيد قد رباها. അവരുടെ പിതാവാണ് ലോകത്തെ ഏറ്റവും മഹനീയരായ പ്രവാചകർ. മാലാഖയായ ജിബ്രീൽ അലൈഹിസ്സലാമാണ് തൗഹീദ് നിബിധങ്ങൾക്ക് കൊണ്ടുകൊടുക്കുന്നത്. അങ്ങനത്തെ ഒരു ഉപ്പയുടെ മോളല്ലേ അവര്. വഅലിയു സൈഫുൻ ലാ തസല്ലൻഹു സിവാ സൈഫൻ ഗദാ ബിയമീനിഹി തയ്യാഹാ. ധർമ്മത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി പടയുയർത്തിയ അതിഗംഭീരമായ വാളാണ്, വാൾമുനയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ മദ്ഹ് ചെയ്യുന്ന അല്ലാമ ഇഖ്ബാൽ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പെണ്ണുങ്ങളിൽ ബുദ്ധികൂർമ്മതയുള്ള മഹദിയാണ്. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ അങ്ങനെ ഒരു സന്തോഷം, അങ്ങനെ ഒരു വാർത്ത അവിടുത്തെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ മോളെ നിങ്ങളാണ് കേട്ടോ എന്റെ അരികത്തേക്ക് വരുന്നവർ പറഞ്ഞ പോലെ 6 മാസം കഴിഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ ലോകത്തോട് ഇവിടെ പറഞ്ഞു. 6 മാസമാണ് നബി തങ്ങൾ വഫാത്തായതിനു ശേഷം ഫാത്തിമ ബീവി ജീവിച്ചത് റളിയല്ലാഹു അൻഹ. ആ ചരിത്രമൊക്കെ നമ്മൾ കേട്ടവരാണ്. ഞാനത് അതിന്റെ ഒരു ഭാഗം ഞാനൊന്ന് ആവർത്തിക്കുകയാണ് കേട്ടോ. നമ്മുടെ വിഷയത്തിന്റെ ഭാഗമല്ല, എന്നാലും ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്താകുന്ന രംഗം കരഞ്ഞത് നമ്മൾ ഓർക്കണം. അപ്പോ അരികത്തിരിക്കുന്ന അസ്മാഉ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ, ജഅഫർ തങ്ങളുടെ ഭാര്യയായിരുന്ന മഹദി അസ്മാഉ ബിൻത് ഉമൈസ് എന്നവർ, പിന്നീട് സിദ്ദീഖ് തങ്ങൾ അവരെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അസ്മാഉ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ ചോദിച്ചു, മോളെ ഫാത്തിമ നിങ്ങൾ എന്തിനാ കരയുന്നത്? അപ്പൊ പറഞ്ഞു അസ്മാ ബീവി, 2 അസ്മാ ബീവിമാരുണ്ട് അറിയപ്പെട്ടവർ. ഒന്ന് സിദ്ദീഖ് തങ്ങളുടെ മോളാണ് അസ്മാഉ ബിൻത് അബീ ബക്കർ, ഇത് അസ്മാഉ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹുമാ, രണ്ടുപേരും മഹദിമാരാണ്. ഇരിക്കട്ടെ, എന്തിനാ മോളെ കരയുന്നത്? എന്താ പറഞ്ഞെന്നറിയോ? നമ്മുടെ പെണ്ണുങ്ങളെ വസ്ത്രവിധാനം അള്ളാഹു പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളോട് ദേഷ്യമുണ്ടായിട്ടോ നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, നിങ്ങളോട് സ്നേഹമുണ്ടായതിൻ്റെ പേരിലാണ് ശർഅ് അങ്ങനെ നിഷ്കർഷിക്കാൻ കാരണം. നമ്മളൊക്കെ പുരുഷന്മാരും ഉപ്പമാരും ജ്യേഷ്ഠന്മാരും ഒക്കെയാണ്. നമുക്കൊക്കെ പെങ്ങന്മാരുണ്ട്, നമ്മളൊക്കെ ആങ്ങളമാരാണ്, നമ്മളൊക്കെ ഭർത്താക്കന്മാരായിരിക്കാം, ഉപ്പമാരായിരിക്കാം. നിങ്ങൾ കേൾക്കണേ, ഫാത്തിമ ബീവി പറഞ്ഞു, അസ്മാ ബീവി, എൻ്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ട് ഞാൻ വളരെ പെട്ടെന്ന് മരിക്കുമെന്ന്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ പനിയിൽ മരിക്കുമെന്ന് എനിക്ക് തോന്നുകയാണ്. ഞാൻ അതിനല്ല കരയുന്നത്. കാരണം ഉപ്പ നേരത്തെ നീ എൻ്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞപ്പോൾ ചിരിച്ച മോളാണിത്. പിന്നെ എന്തിനാ കരയുന്നതെന്നറിയോ? എൻ്റെ വിഷമം അതല്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജനാസ കഫംപുടയായി പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോ അന്നൊരു പലകയുടെ മീതെ, ഒരു പലകയിൽ കിടത്തിയിട്ട് ആ പലകയിൽ മയ്യത്ത് കിടത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോവുക, സൈഡിലൊന്നും തടയൊന്നുമില്ല. അപ്പോ എൻ്റെ ശരീരത്തിന്റെ വണ്ണവും വലുപ്പവും ഒക്കെ അന്യപുരുഷന്മാർ കാണൂലേ എൻ്റെ ജനാസ മദീനത്തെ ജന്നത്തുൽ ബഖയിൽ കൊണ്ടുപോകുമ്പോൾ? ഞാനൊരു പെണ്ണല്ലേ, ചെറുപ്പക്കാരിയല്ലേ, എൻ്റെ ശരീരം ഇങ്ങനെ റാപ്പ് ചെയ്താൽ, കഫംപുടയിൽ പൊതഞ്ഞാൽ, നമ്മൾ അറിയണം ടൈറ്റ് ജീൻസിനെ കുറിച്ചല്ല ഈ പറഞ്ഞത്. ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു വസ്ത്രത്തെക്കുറിച്ച് പോലുമല്ല ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നത്. എന്തിനെ കുറിച്ചാ? മരിച്ചു പോകുമ്പോ അവരാണ് പെണ്ണുങ്ങളുടെ നേതാവ്. നേതാവിന്റെ അരികത്തേക്ക് ചെല്ലാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ശരീഅത്തിന്റെ നിയമം അത് നമ്മുടെ നന്മക്കാണ്. ട്രെൻഡ് പലതും ലോകത്ത് വരും, വസ്ത്രം ഇടുന്നതും ഇടാത്തതൊക്കെ ട്രെൻഡായിട്ട് വരും. നമ്മൾ അതിനൊന്നും പോകേണ്ടവരല്ല. നമുക്കൊരു ശരീഅത്ത് പുണ്യനബി പഠിപ്പിച്ചില്ലേ? നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ! എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് പാടുണ്ട്, എന്ത് പാടില്ല, പകൽ വെളിച്ചം പോലെ വ്യക്തമല്ലേ? നമ്മൾ ട്രെൻഡല്ലല്ലോ, നമ്മുടെ വിഷയം സുന്നത്താണ്, ഹബീബിന്റെ സുന്നത്താണ്. ഫാത്തിമ ബീവി പറയാണ്, അസ്മാ ബീവി, എനിക്ക് പേടിയാവുന്ന ആലോചിച്ചിട്ട്. എന്റെ ശരീരം അന്യപുരുഷന്മാരെ കാണൂലേ? ആരായി അന്യപുരുഷന്മാരെ നിങ്ങൾക്കറിയോ? നമ്മളെ നാട്ടിലെ പോലെ വായനോക്കികളാണോ അന്ന് മദീനത്തുള്ളത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലല്ലേ? ഉസ്മാൻ തങ്ങൾ, അംർ ഇബ്നുൽ ആസ് എന്നവർ, സഅദ് ഇബ്നു അബീ വഖാസ് എന്നവർ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം എന്നവർ, ഈ മഹാന്മാര് ജീവിച്ചിരിക്കുന്ന അശ്റത്തുൽ മുബശ്ശരീങ്ങളിലെ ബഹുഭൂരിപക്ഷം ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലമാണത്. അന്ന് ആരെങ്കിലും അങ്ങനെ നോക്കൂ? ഹബീബിന്റെ മോളെ, മരിച്ചു പോകുന്ന മയ്യത്തല്ലേ അത്?
എന്നിട്ട് പോലും ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉമ്മാ അസ്മാ ബീവി, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല, എന്തിനാ എന്നെ അങ്ങനെ കൊണ്ടുപോയി, വേറെ എന്തെങ്കിലും എനിക്കൊരു വഴിയുണ്ടോ? അപ്പോഴാണ് പറഞ്ഞത്, ഫാത്തിമ നിങ്ങൾ വിഷമിക്കല്ലിൻ, ഞാൻ എത്യോപ്യയിൽ പോയിട്ടുണ്ട്. എത്യോപ്യക്കാര് ചെയ്യുന്ന ഒരു മയ്യത്ത് കട്ടില് 4 കടലാസ് 4 ഈത്തപ്പനയുടെ പലകകൾ കൊണ്ടുവന്ന് അസ്മാ ബീവി കാണിച്ചു കൊടുത്തു. ദാ ഇങ്ങനെ 2 സൈഡിൽ മറയുള്ള ഒരു മയ്യത്ത് കട്ടില് ഞാൻ എത്യോപ്യയിൽ കണ്ടിട്ടുണ്ട്. കാരണം അസ്മാ ബിൻത് ഉമൈസ് എന്നവരെ എത്യോപ്യയിലേക്കുള്ള ഹിജ്റ പോയ മഹദിയാണ്. അപ്പൊ എത്യോപ്യക്കാർ അവർ ക്രിസ്ത്യാനികളാണ്. അവരിങ്ങനെ ഒരു മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ മയ്യത്ത് കട്ടിലല്ലേ സൈഡിലൊക്കെ ഉള്ളത്. ആ സൈഡൊക്കെ ഉള്ള മയ്യത്ത് കട്ടിൽ ഉണ്ടായത് ഫാത്തിമ ബീവിയുടെ ഈ കരച്ചിലിന് ശേഷമാണ്. നമ്മൾ മനസ്സിലാക്കണം, അത് മയ്യത്ത് കട്ടിൽ ഓർമ്മ വരുമ്പോ കാണുമ്പോ നമ്മൾ ഓർക്കണം, ഇത് നമ്മുടെ പുണ്യ നബിയുടെ മോള് 10-20 വയസ്സേ ഉള്ളൂ മഹദി റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോഴേ. ആ മോള് എനിക്ക് ഒരു പലകയിൽ കടത്തി എന്നെ കൊണ്ടുപോകുന്നത് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് പേടിയാവുന്നു. സൈഡ് മറച്ചിട്ട് അസ്മാ ബീവി കാണിച്ചു കൊടുത്ത്, ഇങ്ങനെ മതിയോ? അൽആന തൗബ ഖൽബി, ഇപ്പൊ എനിക്ക് സമാധാനായ അസ്മാ ബീവി, എന്നെ കൊണ്ടുപോകണേ, തുറന്ന പലകയിലേക്ക് കൊണ്ടുപോകരുതേ, സൈഡ് മറച്ചു തരണേ. അങ്ങനെ ജനാസയിൽ കയറിയ മഹദിയാണ് നമ്മുടെ റസൂലിന്റെ മോള് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നിങ്ങൾ പറയും, നിങ്ങൾ ഇടുന്ന വസ്ത്രത്തിന്റെ അവസ്ഥ, പർദ്ദയാണെങ്കിലും അല്ലെങ്കിലും ദേഹം കാണിച്ചിട്ടും അതിന്റെ നിറം കാണിച്ചിട്ടും വണ്ണം കാണിച്ചിട്ടും ഷേപ്പ് കാണിച്ചിട്ടും നമ്മളെ കാട്ടിക്കൂട്ടുന്നതൊക്കെ പുണ്യനബിക്ക് ഇഷ്ടാവോ? ഹബീബിന്റെ മോള് ഫാത്തിമ ബീവി നിങ്ങളെ സ്വീകരിക്കേണ്ടവരാണ്. മഹദിമാരെ, നമ്മളെ സ്വീകരിക്കേണ്ടവരാണ്. ആ മോൾക്ക് ഇത് ഇഷ്ടമാവോ? ഹബീബിന്റെ മോൾക്ക് നമ്മുടെ മാതൃക അവരല്ലേ? പുണ്യ നബിയും അവിടുത്തെ കുടുംബവുമല്ലേ നമ്മുടെ മാതൃക? ഈ ഒരൊറ്റ സംഭവം മതി, ഇനി ഒന്നും നിങ്ങൾ വേറെ ചിന്തിക്കേണ്ടതില്ല. ഫാത്തിമ ബീവി ഈ കരഞ്ഞതിന്റെ പൊരുൾ അത് മാത്രം ആലോചിച്ചാൽ നമ്മുടെയൊക്കെ വസ്ത്രവിധാനങ്ങളിൽ നമ്മുടെ സഹോദരിമാർ പ്രത്യേകിച്ച് എത്രത്തോളം സൂക്ഷ്മത പാലിക്കണം എന്ന് ചിന്തിക്കാൻ ഇത് ധാരാളമാണ്. അള്ളാഹു നമുക്ക് അവൻ ഇഷ്ടമായത് നമ്മുടെ മനസ്സിന് ഇഷ്ടമാക്കി തരട്ടെ. അതൊരു വിഷയമാണ്. നമ്മളൊക്കെ പറയുമ്പോഴും നമ്മുടെ മനസ്സിന് തോന്നാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് അങ്ങനെ ദ്വാരക്കേണ്ടത്, അള്ളാഹുവെ നിനക്ക് ഇഷ്ടമായത് എനിക്ക് ഇഷ്ടമാക്കി തരണമേ, നിനക്ക് വെറുപ്പുള്ളതിന്റെ മനസ്സിന് വെറുപ്പാക്കി തരണമേ. നിങ്ങൾ അങ്ങനെ ദുആ ചെയ്തു നോക്കൂ, നിങ്ങൾക്കതിന്റെ ഉത്തരം അള്ളാഹു നൽകിയിരിക്കും. അള്ളാഹുവെ നിനക്ക് ഇഷ്ടമായത് ഞങ്ങളുടെ ഇഷ്ടമാക്കി തരണേ, നിനക്ക് വെറുപ്പുള്ളത് ഞങ്ങളുടെ മനസ്സുകൾക്ക് വെറുപ്പാക്കി തരണമേ എന്ന്. ആ മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. മഹദി റളിയല്ലാഹു അൻഹ ഹബീബിന്റെ മുമ്പിൽ ചിരിച്ചത് പുണ്യനബിയുടെ അരികത്തേക്ക് വരുന്ന ആദ്യത്തെ കുടുംബത്തിലെ മെമ്പർ അവരാണ് എന്ന് പറഞ്ഞപ്പോഴാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ബാബുൽ തബസ്സുമി വൽ വഹിക്, the chapter of smile and laughter, ചിരിയുടെയും പുഞ്ചിരിയുടെയും ചാപ്റ്ററിൽ അധ്യായത്തിൽ ഇമാം ബുഖാരി തങ്ങൾ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി തങ്ങൾ കൊണ്ടുവന്ന ആദ്യത്തെ ഹദീസ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ ചിരിച്ച സന്ദർഭമാണ്. അവിടെ ഒരു കരച്ചിലും നടന്നിട്ടുണ്ട്. പക്ഷെ ആ ചിരി, അങ്ങനെ ഒരു ചിരി ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചത് ഈ ഉമ്മത്തിന്റെ മുമ്പിൽ വിസ്തരിക്കുകയാണ് മഹാനവറുകൾ. അതിലൊരുപാട് പാഠങ്ങളുണ്ട്. ചില ഹദീസുകൾ അങ്ങനെയാണ്. ഞങ്ങൾ ഇന്നലെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു പാനൂര്, ഞാനത് സൂചിപ്പിച്ചു. യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ. ചില ഹദീസ് നമ്മൾ നോക്കുമ്പോൾ എന്താ അതിലെ പാഠം, എന്ത് പഠിക്കാനാ എന്ന് തോന്നും. ഒരു കൊച്ചു കുട്ടിയോട് നബി തങ്ങൾ പറഞ്ഞ ഒരു വാക്കാണത്. നുഗൈർ എന്ന ചെറിയൊരു പക്ഷിന്റെ പേരാ. അബൂ ഉമൈർ എന്നത് അനസ് ഇബ്നു മാലിക് തങ്ങളുടെ ചെറിയ അനുജന്റെ പേരാണ്. പക്ഷെ വാപ്പ രണ്ടാണ്. അനസ് ഇബ്നു മാലിക് ഉമ്മ ഉമ്മു സുലൈം ബീവി രണ്ടാമത് കല്യാണം കഴിച്ചതാണ് അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിനെ. അവരുടെ മോനാണ് ഉമൈർ, അബൂ ഉമൈർ. അപ്പൊ ആ കുട്ടിയുടെ പക്ഷി ചത്തുപോയി. അപ്പൊ നബി തങ്ങൾ ആ കുട്ടിയുടെ സങ്കടം കണ്ടപ്പോ, അല്ല അബൂ ഉമൈറെ, നിങ്ങളെ നുഗൈർ മരിച്ചല്ലേ, ചത്തുപോയല്ലേ എന്ന് ആ കുട്ടിയോട് ചോദിച്ച ഒരു ചോദ്യം. ഇത് ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാ. അപ്പൊ അന്ന് പണ്ട് കാലത്ത് ഒരാൾ ചോദിച്ചു, എന്താണ് ഈ ഹദീസ് പണ്ഡിതന്മാരുടെ കഥ? അബൂ ഉമൈറെ, നിന്റെ പക്ഷിക്ക് എന്ത് പറ്റി എന്ന് നബി ചോദിച്ചതൊക്കെയാണ് അവരവരുടെ ഹദീസ്. അതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോ ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭനായ ഒരു പണ്ഡിതനുണ്ട്, അല്ലാമ ഇബ്നുൽ ഖാസ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറഞ്ഞു, തിരിയാത്തത് മനുഷ്യൻ അറിയാത്തതിന്റെ ശത്രുവല്ലേ? ആ ഒരു ഹദീസിൽ അബൂ ഉമൈറെ, എന്താണ് നിങ്ങളുടെ നുഗൈർ ചെയ്തത്? നുഗൈർ എന്ന് പറഞ്ഞാൽ ചെറിയ പക്ഷി, ഫ്ലഡ്ജ്ലിംഗ്. ആ പക്ഷി എന്ത് ചെയ്തു എന്ന് ചോദിച്ച ആ ഒരു ചോദ്യം, യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ, ഓ അബൂ ഉമൈർ, what did your fledgling do, your bird do, എന്താ നിങ്ങളുടെ പക്ഷി ചെയ്തത്? അതിൽ മാത്രം 60 മസ്അലകളുണ്ട് എന്ന് അല്ലാമ ഇബ്നു ഖാസ്, ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണ്. 60 മസ്അല. ആ മസ്അലയിൽ 20 മസ്അല അല്ലാമ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരിച്ചു. 20 മസ്അല ഈ ചെറിയൊരു ചോദ്യത്തിൽ. പണ്ഡിതന്മാരുടെ ലോകം വലിയൊരു ലോകമാണ്. അവരെ പറ്റിയൊക്കെ നമ്മൾ പറയാം, എന്ത് മദ്ഹബ്, ഞാൻ ഇസ്ലാം മദ്ഹബിന്റെ ആളാണ്,
എന്ത് മദ്ഹബ്? ഇവരൊക്കെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഈ ഇസ്ലാം എന്ന് പറയുന്നത് ഈ മഹാന്മാരുടെ മദ്ഹബിലൂടെ കടന്നു കിട്ടിയതാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. എന്നിട്ട് ഒന്നും അറിയാതെ ഡയലോഗ് അടിക്കുക. എനിക്ക് ഷാഫി ഇമാം ഒരു വിചാരം എൻ്റെ ഇളപ്പയാണെന്ന ഷാഫി ഇമാം. ആരാണ് ഇമാം ഷാഫി തങ്ങൾ എന്നറിയോ? ആരാ ഇമാം അബൂ ഹനീഫ തങ്ങൾ? ആരാണ് ഇമാം മാലിക് എന്നവര്? മുജ്തഹിദീങ്ങളായ ഇമാം എന്ന് പറയണമെങ്കിൽ എത്ര സ്ഥാനത്തെത്തണമെന്ന് പഠിക്കാതെ വെറുതെ ഇങ്ങനെ ഈ പരിഭാഷ വായിച്ചിട്ട് നടക്കല്ലേ? അപ്പൊ ഇങ്ങനെ കുറ്റം പറയും. മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് അറിയില്ല, അപ്പൊ അതിന്റെ ശത്രുവാണ്. എന്താന്ന് ഇവരൊക്കെയാണ് ദീനിന്റെ മസാലകൾ പഠിച്ചത്. നമുക്ക് എന്താ എത്ര കിട്ടും? 60 വോട്ട് 6 എണ്ണം കിട്ടുമോ? 6 എണ്ണം കിട്ടുമോ ഈ പറയുന്ന ആളുകൾക്ക്? ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത് വലിയ അത്ഭുതമാണ്. അതൊന്ന് ചേർത്ത് പറയാണ്. ഖിയാമത്തിന്റെ അടയാളങ്ങളെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് നിബിധങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് പണ്ഡിതന്മാർ ഒരു ചെറിയൊരു നമ്മുടെ വിഷയത്തിന്റെ ഭാഗം എന്നാലൊന്ന് ചേർത്ത് പറയാണ്, ക്ഷമിക്കണേ. അതായത് പുണ്യ നിബിധങ്ങൾ ഒരു ഹദീസ് പറഞ്ഞാൽ അത് സത്യസന്ധമായ ഒരു സനദിലൂടെ ഒരു ഹദീസ് പണ്ഡിതന്റെ കയ്യിൽ കിട്ടിയാൽ ആ പറഞ്ഞത് അങ്ങനെ ഉദ്ധരിക്കാനാണ് ഹദീസ് പണ്ഡിതന്മാർ ചെയ്യുക. ആ ഉദ്ധരിക്കുമ്പോ ആ പറയുന്നതിന്റെ അർത്ഥം എന്താണ് പോലും അവർക്ക് മുഴുവനായി മനസ്സിലായിട്ടില്ലാത്ത ഹദീസുകളും ഉണ്ടാവും. പക്ഷേ അവരുടെ ദൗത്യം പുണ്യ റസൂൽ ഇത് പറഞ്ഞു, ഇത് ലോകത്തിന് അറിയിക്കുക എന്നതാണ്. ആ അർത്ഥം കിട്ടല് 4, 5, 10 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടായിരിക്കും. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പറഞ്ഞ ഹദീസ്, ഹത്താ തുവാസിലൽ അത്ബാഖ്, പാത്രങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കാലം. ഇതൊക്കെ ഉദ്ധരിക്കുമ്പോൾ ഹദീസ് പണ്ഡിതന്മാർക്ക് അറിയോ എന്താണ് ഈ ഡിഷ് ആന്റിനയെ കുറിച്ചാണ് ഈ പറയുന്നത്? ഡിഷ് ആന്റിനയ്ക്ക് പറയുന്ന പേരാണ് തബക്കുകൾ. സാറ്റലൈറ്റുകൾ വർക്ക് ചെയ്യണമെങ്കിൽ ഡിഷുകൾ വേണം. നമ്മുടെ വീട്ടിലൊക്കെ വന്ന് ഓരോരോ ഡിഷ് വെച്ച കാലുണ്ട്. പക്ഷേ ഒരു വലിയ റിസീവറുകൾ, ഡിഷുകൾ, എല്ലാ സിഗ്നലും റിസീവ് ചെയ്യാൻ വേണം. അവിടെ നിന്നാണ് പിന്നെ മറ്റു നെറ്റ്വർക്കിലേക്ക് പോകുന്നത്. നമുക്കറിയാം ഡിഷുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാലം. ഹത്താ തുവാസിലൽ അത്ബാഖ്, the end time will not happen until the dishes will communicate. ഡിഷുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, പാത്രങ്ങൾ പരസ്പരം സംവേദനം ചെയ്യാൻ. ഇതിനൊക്കെ 14 നൂറ്റാണ്ടുകളോളം ഹദീസ് പണ്ഡിതന്മാർ ഒരർത്ഥം കൊടുത്തില്ല. അവരുദ്ധരിച്ചു, ഇങ്ങനെ നിബിധങ്ങളിൽ നിന്ന് സ്വഹാബിമാർ കേട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ഇറങ്ങി നോക്കിയാൽ പടച്ചോനെ എന്താണ് ഈ പറയുന്നത്? ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞു നിബിധങ്ങൾ, അന്ന് ആളുകൾ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യൂല. യർകബൂനൽ മയാസിർ. ഇമാം അഹ്മദ് എന്നവരുടെ മുസ്നദിലെ ഹദീസാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, വല്ലാഹു അലം. യർകബൂനൽ മയാസിറ, കാറിൽ യാത്ര ചെയ്യും എന്നതിന് അർത്ഥം കൊടുക്കാൻ പറ്റും. കാരണം എന്താണെന്നറിയോ? മയാസിർ എന്ന് പറഞ്ഞാൽ തങ്ങൾ പറഞ്ഞു ഒട്ടകങ്ങളും കുതിരകളും കഴുതകളും വാഹനമായി ആളുകൾ ഉപയോഗിക്കാത്ത ഒരു കാലം വരും. എന്നിട്ട് എന്താ ഉപയോഗിക്കാന്നറിയോ? യർകബൂന, അവർ വാഹനം കയറും. അൽ മയാസിർ, ഇരുന്നാൽ നല്ല കുഷ്യനുള്ള സീറ്റുകളിൽ ഇരുന്നവർ യാത്ര ചെയ്യും. ഇത് ബസ്സാവാം, ഫ്ലൈറ്റ് ആവാം, ട്രെയിൻ ആവാം, എന്തോ ആവാം, ബൈക്കും ആവാം. പക്ഷെ യർകബൂനൽ മയാസിർ, അതൊരു ഹദീസ് 1400 കൊല്ലം മുമ്പ് ഹദീസ് പുണ്യ നബി തങ്ങൾ പറഞ്ഞ വചനമാണത്. ഇന്നതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും. ഹദീസ് പണ്ഡിതന്മാർ എന്നാ തിരിയാത്തത് പോട്ടെ എന്ന് വിചാരിച്ച് ഒഴിവാക്കിയോ? ഇല്ല, അവിടെ കിടക്കട്ടെ. നമുക്ക് തിരിഞ്ഞില്ലെങ്കിലും ഇസ്ലാം സർവകാലികമാണ്. ഇന്ന് എന്താ വിഷയം? നമുക്ക് തിരിഞ്ഞില്ലേ എന്നാ പിന്നെ ഇത് ഒന്നിനു കൊള്ളാത്തതാ. കാം ഡൗൺ മാൻ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? നമുക്ക് തിരിയാത്തത് അവിടെ അവസാനിക്കുന്നുണ്ടോ? നമ്മളെക്കാളും തിരിയുന്നവർ വരില്ലേ? വഫൗഖ കുല്ലി ദീ ഇൽമിൻ അലീം. 7 ആകാശങ്ങളെ പറ്റി ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരാകാശം പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. 1ാം ആകാശം കിട്ടിയിട്ടില്ല. ഖുർആൻ പറഞ്ഞു സബ്അ സമാവാതിൻ തിബാഖ, 7 ആകാശങ്ങൾ ഒന്നിനു മീതെ മറ്റൊന്നായി പടച്ചവനാണ് അല്ലാഹു. ആകാശം എന്ന് പറയുമ്പോ 1ാം ആകാശമാണ് നക്ഷത്ര ലോകങ്ങളുടെ അവസാനം. നക്ഷത്രങ്ങൾ കിടക്കുന്നത് 1ാം ആകാശത്തിന്റെ താഴെയാണ്. ഒരു ബോളിന്റെ പന്തിന്റെ ബ്ലാഡർ പോലെ താഴെയും മീതയും സൈഡിലും ഒക്കെ കവർ ചെയ്യുന്നതാണ് ആകാശം. അതിന്റെ ഉള്ളിലാണ് കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ സമാഹാരങ്ങളുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ കിടക്കുന്നത്. അത് കഴിഞ്ഞ് 2 ഉണ്ട്, 3 ഉണ്ട്, 4, 5, 6, 7. അതിനപ്പുറത്തേക്ക് പുണ്യനബി യാത്ര പോയ മാസമാണ് ഈ റജബ്. റജബ് 27 വരാനായില്ലേ? ഇസ്രാ മിഅ്റാജിന്റെ അനുഭവമാണ്. എന്താ ഇസ്രാ മിഅ്റാജ്? അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു തആല നൽകിയ വിശുദ്ധ ഖുർആൻ എന്ന മഹാത്ഭുതം കഴിഞ്ഞാൽ the second most important miracle അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്താണ്. 2ാമത്തെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. നിബിധങ്ങൾ അവിടുത്തെ ശരീരവുമായി മക്കയിൽ നിന്ന് ജെറുസലേമിലേക്കും ജെറുസലേമിൽ നിന്ന് 7 ആകാശങ്ങൾക്കപ്പുറത്തേക്കും യാത്ര പോയി. 1ാം ആകാശം നാസക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. നക്ഷത്രങ്ങളെ കാണുന്നുള്ളൂ. നക്ഷത്രങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ഇത് അവസാനിക്കുന്നത്? കണ്ടിട്ടില്ല. അവസാനം വേണമല്ലോ, ഒരു ലിമിറ്റ് വേണം. മനുഷ്യന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അത് കണ്ടെത്തുന്നത് ഒരു പക്ഷേ ഒരു 100 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ 10 കൊല്ലം കഴിഞ്ഞ, 5 കൊല്ലം, 2 കൊല്ലം, ഒന്നും നമുക്കറിയില്ല. ഇതുവരെ കണ്ടെത്തിയില്ല. പക്ഷേ ഖുർആൻ മുമ്പിലേക്ക് ഇട്ടുതരാണ്. നീ പഠിച്ചോ, ഇതൊക്കെ ഇവിടെ ഉണ്ട്.
അതുവരെ പറഞ്ഞത് തിരിയാത്തത് മനസ്സിലായില്ലേ? ഇനി എത്രയോ തിരിയാനിരിക്കുന്നു വിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ. ഖുർആൻ ദാഹം തീരാത്ത ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാക്കണം. ഇത് എന്തെങ്കിലും രണ്ട് പരിഭാഷയും ഇസ്ലാമിന്റെ ശത്രുക്കൾ എഴുതിയ 4 വാരോലയും വായിച്ചു വന്നിട്ട് ഒരു ഗ്രന്ഥത്തെ രാവിലെ ഒരു ഇരുട്ടിനെ നോക്കി അല്ലെങ്കിൽ സൂര്യനെ നോക്കി ഒരു കൊച്ചു നായ കടന്ന് കുരക്കുകയാണെങ്കിൽ ആ പ്രകാശം അവിടെ കെട്ടുപോകുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്ന പോലെ ആരൊക്കെ എന്തൊക്കെ ആക്ഷേപിച്ചാലും നിങ്ങൾക്ക് കഴിയുന്നത്ര ആക്ഷേപിച്ചോളൂ, അത്രക്കുമേൽ ഈ ദീൻ വളർന്നുകൊണ്ടിരിക്കും. അത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ്. ലോകം അതിന് സാക്ഷിയാണ്. സർവ്വ പണ്ഡിതന്മാരെയും കൊന്നുകളഞ്ഞോളൂ, അടുത്തൊരു ടീം ഇവിടെ വരും. സർവ്വ വിദ്യാർത്ഥികളെയും നിങ്ങൾക്ക് ഷാപ്പ് ചെയ്തോളൂ, അടുത്തൊരു ടീം ഇവിടെ വരും. ലോകത്തതാ സംഭവിച്ചത്. സോവിയറ്റ് റഷ്യ മുതൽ ചൈന മുതൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ, ഷാമിലും അതുപോലെ തന്നെ അന്തുലിസിലും കൊർഡോബയിലും സംഭവിച്ച വലിയ വലിയ മാസക്കർ, മനുഷ്യരെ കൂട്ടക്കൊല ചെയ്ത സംഭവങ്ങൾക്ക് ശേഷം എന്തു നടന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. ഇത് പടച്ച തമ്പുരാന്റെ ഇടപെടലാണ്, മനുഷ്യന്മാർ കൊണ്ടിടക്കുന്നതല്ല. നമ്മൾ ആരും ഇല്ലെങ്കിലും ഇസ്ലാം ഇവിടെ ഉണ്ടാവും. അത് വേണ്ടവര് സ്വീകരിച്ചോട്ടെ, അല്ലാത്തവർക്ക് വേണ്ട. ഇത്രയേ ഉള്ളൂ. ആരും ആരെയും നിർബന്ധിക്കൂല. പക്ഷെ ഇങ്ങനെ ഒരു സന്ദേശം മനുഷ്യന്റെ മുമ്പിൽ മനുഷ്യരെ പടച്ച തമ്പുരാൻ നൽകിയിട്ടുണ്ട്. അത് ചിന്തിക്കുന്നവർ മനസ്സിലാക്കി വരണം, അവർക്ക് വരാം, വരാതിരിക്കാം. ഇറ്റ്സ് അപ് ടു ദം. ഇങ്ങനെ ഒരു മഹാ അത്ഭുതം വിശുദ്ധ ഹദീസിലും വിശുദ്ധ ഖുർആനിലും കിടക്കുന്നുണ്ട്. കാറുകളെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് അത് പറയല ആദ്യം. അപ്പോ നമുക്ക് പരിപാടിക്ക് ചെലവുണ്ടല്ലോ, അതിന് കാര്യമായ സഹായം നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ കൂപ്പൺ നൽകുന്നുണ്ട് അല്ലേ? അതൊരു സ്ക്വയർ ഫീറ്റ് എത്ര, 1 സ്ക്വയർ ഫീറ്റോ 2 എത്രയാണോ നിങ്ങളെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ നിങ്ങൾ അത് എന്ത് ചെയ്യാം, ഒന്ന് എഴുതി കൊടുക്കണേ നമ്മുടെ പ്രവർത്തകരുടെ കയ്യിൽ. നിങ്ങളിപ്പോൾ കൊടുക്കണമെന്നല്ല, നിങ്ങളുടെ പേരും നമ്പറും എഴുതി കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ പ്രവർത്തകരെ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ. നമ്മുടെ നാടിന്, നമ്മുടെ മഹലിന് നമ്മൾ ചെയ്യുന്ന വലിയൊരു സേവനമായിരിക്കും. നിങ്ങളൊക്കെ ഇങ്ങനെ എപ്പോഴും വിളിച്ചു കൂട്ടാൻ കഴിയില്ലല്ലോ. നിങ്ങൾ വരുന്ന സമയത്തല്ലേ നിങ്ങളോട് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും 1 സ്ക്വയർ ഫീറ്റെങ്കിലും എഴുതാതെ ആരും പോകരുത്. 2000 രൂപയാ ഒരു കൊല്ലം കൊടുത്താൽ പോരെ ഇബ്രാഹിം? മതി. പിന്നെന്താ ഇബ്രാഹിം സാക്ഷി? ഒരു കൊല്ലം അല്ലേ? ഇൻഷാ അല്ലാഹ് 1 കൊല്ലത്തിനിടയ്ക്ക് കൊടുത്ത് തീർക്കാം. ഇൻഷാ അല്ലാഹ് 2000 ഒരു സ്ക്വയർ ഫീറ്റിന് കഴിയുന്ന സഹായം എല്ലാവരും ചെയ്യണേ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എങ്ങനെ ബക്കറ്റ് എൻ്റെ അടുത്തില്ല, ദിർഹമുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബറക്കല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇബ്രാഹിം 500 രൂപ എന്ന് അതിട്ടിരുന്നത് എൻ്റെ കൂലി ഇബ്രാഹിം കിട്ടും ഇൻഷാ അല്ലാഹ്. ബറക്കല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് എണീറ്റ് നിന്ന് പൈസക്ക് എടുക്കാൻ നല്ലതല്ലേ? 3 സ്വലാത്ത് ചൊല്ലിയിരിക്കാം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. എഴുന്നേൽക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റോളേ. നമുക്കൊരു 3 സ്വലാത്ത് ചൊല്ലാം. കടിയങ്ങാടിൽ നിന്ന് ഹബീബിന്റെ റൗദയിലേക്ക്, സ്വലാത്തുകൾ ഹബീബിന്റെ റൗദയിലേക്ക് എത്തുകയാണ്. മുമ്പൊക്കെ സാധാരണ പറയുന്ന പോലെ ഇൻഷാ അല്ലാഹ് ഒരു 3/4 മണിക്കൂറാകുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിർത്താൻ സമയം ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മളിത് ചെയ്യും. 2 ഉപകാരമാണ്. ഒന്ന് ഫ്രഷ് ആവും, 2 ഫോണ്ടോൾക്ക് ഇറങ്ങി പോവുകയും ചെയ്യാം. എൻ്റെ അടിയിൽ കൂടെ സ്വലാത്ത് 3 ഒരു 2 മിനിറ്റൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ വേഗം പോയാൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പോൾ തിരക്കിലവർക്ക് പോകേണ്ടി വരും. ആൾക്കാരുടെ അടിയിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ എല്ലാവരും കണ്ണു നോക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ എണീറ്റിക്കുന്ന അടിയിൽ കൂടെ പോയാലും അറിയില്ല. അപ്പോൾ ഇനി പോകണമെങ്കിൽ 3/4 മണിക്കൂർ കഴിയേണ്ടി വരും കേട്ടോ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. 3 സ്വലാത്ത്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹുവിനെ നിന്റെ രക്ഷയും എല്ലാവിധ റഹ്മത്തും ചെയ്യണേ തമ്പുരാനെ. നമ്മുടെ നന്മയുടെ, നമ്മുടെ വെളിച്ചത്തിന്റെ കാരണക്കാർ ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഇരിക്കുന്ന മുമ്പ് പേഴ്സൊക്കെ ഒന്ന് എടുത്തൊന്ന് ലെവലായിക്കോളി. കുട്ടികളൊക്കെ വരുമ്പോൾ ഒന്ന് എടുത്തു കൊടുക്കാൻ വേഗം ഇൻഷാ അല്ലാഹ്. ഒരു സ്ലിപ്പ് തരുന്നുണ്ട്, എല്ലാവരും സന്തോഷത്തോടെ വാങ്ങണേ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടിലൂടെ തന്നെ അത് വിജയിപ്പിക്കട്ടെ. അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ. എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യമായി എന്ന് വിചാരിക്കുന്നു അല്ലേ? ഇനിയും ഇരിക്കാൻ കഴിയാത്തവരൊന്നും കാണുന്നില്ല. പെണ്ണുങ്ങളൊക്കെ ഇരുന്നിട്ടുണ്ട്. ആണുങ്ങൾ കുറച്ചവിടെ സീറ്റിങ്ങിന്റെ പ്രശ്നമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി പരിഹരിക്കാൻ കഴിയുമോ പൈസേ? ഇൻഷാ അല്ലാഹ്. അങ്ങനെയൊക്കെ അല്ലേ പഠിച്ചതമ്പുരാൻ. അള്ളാഹ്ക്ക് വേണ്ടി എന്തെങ്കിലും കുറച്ച് നേരം നിന്നതും ചെലവഴിച്ചതൊക്കെ കളി കാണാൻ എത്ര മണിക്കൂറാണ് നമ്മൾ നിന്നിങ്ങനെ കണ്ടത്. വലിയ സ്ക്രീനിന്റെ മുമ്പ് പോയിട്ടില്ലേ ഫിഫ കപ്പൊക്കെ. അപ്പൊ അതിന് പകരം കുറച്ചെങ്കിലും ഇപ്പുറത്ത് അള്ളാഹ്ക്ക് വേണ്ടി നിന്ന് കൊടുക്കണ്ടേ? അങ്ങനെ കൂട്ടിയാൽ മതി ഇൻഷാ അല്ലാഹ്.
അല്ലാഹു തആല നമുക്ക് അവന്റെ അനുഗ്രഹം ചെയ്യട്ടെ. തെറ്റുകളും കുറ്റങ്ങളും അശ്രദ്ധകളും വന്നുപോയത് അല്ലാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ അങ്ങനെ ഒരു ഹദീസിന്റെയും ഖുർആനിന്റെയും ഒരു അത്ഭുതം പറയാം. അങ്ങനെ ഖുർആനിൽ നമ്മുടെ വിഷയത്തിന്റെ ഭാഗമല്ല, എന്നാലും ഞാൻ പറയാം, ഖുർആനിൽ സയൻസുമായി ബന്ധപ്പെട്ട് വന്ന ആയത്തുകളൊന്നും നബിതങ്ങൾ തഫ്സീർ ചെയ്തിട്ടില്ല എന്നത് മറ്റൊരു അത്ഭുതമാണ്. അങ്ങനെ സയൻസുമായി ബന്ധപ്പെട്ട ആയത്തുകൾ, അതിന് മുഫസ്സിരീങ്ങൾ അതത് കാലഘട്ടങ്ങളിലെ സയൻസ് എടുത്തിട്ട് പറയും. ചിലപ്പോൾ അത് അന്നത്തെ കാലഘട്ടത്തെ പഠനത്തിനനുസരിച്ചാണ്. ചിലത് ശരിയായിരിക്കാം, അല്ലെങ്കിൽ തെറ്റായിരിക്കാം. അത് അവരുടെ ഇജ്തിഹാദിന് അല്ലാഹു അവർക്ക് കൂലി കൊടുക്കും. പുണ്യ നബിതങ്ങൾ പറഞ്ഞില്ല, എന്തിനെന്നറിയോ? ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. ആ ടോപ്പിക്ക് കാലാകാലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം. എന്താണ് പറയണത്? മവാഖിഉൻ നുജൂം. സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു സയന്റിസ്റ്റിനെ അറിയോ? അദ്ദേഹം വീൽ ചെയറിലാണ് ഇരുന്നിരുന്നത്, സംസാരിക്കാൻ കഴിയാതിരുന്ന വീൽ ചെയർ, ദ സയന്റിസ്റ്റ് ഓൺ വീൽ ചെയർ. കുട്ടികൾക്ക് ആർക്കെങ്കിലും അറിയോ? സമ്മാനം തരാം. കളിപ്പടുത്ത് മരിച്ചു കുറച്ചു മുമ്പ്. ദ സയന്റിസ്റ്റ് ഓൺ വീൽ ചെയർ. നിങ്ങൾ മെസ്സിനെയും റൊണാൾഡോനെ പറ്റിയൊക്കെ ചോദിച്ചോളൂ, നിങ്ങളിതൊന്നും ചോദിക്കില്ലേ? ആരാണത്? വീൽ ചെയറിൽ ഇരുന്നിരുന്ന സയന്റിസ്റ്റ്. അദ്ദേഹത്തിന്റെ സംസാരം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരു മെഷീനാണ്. സംസാരിക്കാൻ കഴിയില്ല, എഴുന്നേൽക്കാനും കഴിയില്ല. 2 കൈയും 2 കാലും വർക്ക് ചെയ്യാതെ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന കസേരയിൽ മാത്രം ഇരുന്ന്, എന്നാൽ ലോകത്തെ വിപ്ലവകരമായ സയന്റിഫിക് തിയറീസ് ലോകത്തിന് പഠിപ്പിച്ച ഒരു വലിയ ദ സയന്റിസ്റ്റ് ഓൺ വീൽ ചെയർ. ആർക്കെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കെ. സ്റ്റീഫൻ ഹോക്കിംഗ്. ആരോ പറഞ്ഞല്ലോ സ്റ്റേജിൽ വന്ന് തന്നെ. മാഷാ അല്ലാഹ്. എന്താ നിങ്ങളുടെ പേര്? സമീറോ? അബ്ദുൽ താബിത്ത് മോൻ. മാഷാ അല്ലാഹ്. അപ്പോ ഉത്തരം ശരിയാണ്. സ്റ്റീഫൻ ഹോക്കിംഗ് ഇവർ മരിച്ചു. സ്റ്റീഫൻ ഹോക്കിന്റെ പ്രസംഗങ്ങളൊക്കെ ഉണ്ട് യൂട്യൂബിൽ. അദ്ദേഹം ഇങ്ങനെ ചിരിക്കുള്ളൂ. അയാളുടെ മെഷീനാണ് സംസാരിക്കുക. അയാളുടെ ബ്രെയിനിൽ അയാൾ പറയുന്നത് ശബ്ദമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു മെഷീനാണ് മൂപ്പര് മുമ്പിൽ ഉണ്ടാവുക. മൂപ്പര് ബ്രെയിനിലേ സംസാരിക്കൂ, നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയില്ല. അദ്ദേഹം കണ്ടെത്തിയ വലിയൊരു കണ്ടെത്തലാണ് ദ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഡിസ്കവറി എന്ന് പറയാവുന്ന സംഭവമാണ്. ആകാശ ലോകങ്ങളിൽ, നക്ഷത്രങ്ങളുടെ ലോകത്ത്, ഈ കാണുന്ന ലോകത്തൊന്നല്ല, നക്ഷത്രങ്ങളുടെ ലോകങ്ങളിൽ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന കറുത്ത കുഴികൾ, മലയാളത്തിൽ അതിന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, കറുത്ത കുഴികൾ, ബ്ലാക്ക് ഹോളുകൾ എന്ന് പറഞ്ഞ വലിയ സംഭവങ്ങളുണ്ട്. ഒരു കുഴിയാണ്. ആ കുഴിയിലേക്ക് നക്ഷത്രങ്ങൾ, ഏതെങ്കിലും നക്ഷത്ര റൂട്ട് മാറി അതിൽ വന്നാൽ അതങ്ങ് പൊടിപൊടിയാവുന്നല്ല, ആ നക്ഷത്രത്തെ കാണാൻ കഴിയില്ല. പിന്നെ എന്താണോ അതിനുള്ള നക്ഷത്രം എന്നൊക്കെ പറഞ്ഞാൽ ഭൂമിയേക്കാൾ എത്ര ഇരട്ടി വലുപ്പമുണ്ട്. എന്ത് തന്നെ കടന്നു വന്നാലും അതിന്റെ ഉള്ളിൽ കടന്നാൽ അങ്ങ് ഡിസപ്പിയർ ആവും. അങ്ങനത്തെ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന ഒരു സ്ഥലമുണ്ട് ആകാശലോകങ്ങളിൽ ഒരുപാട്. അത് കണ്ടെത്തിയ ആളാണ് അദ്ദേഹം, സ്റ്റീഫൻ ഹോക്കിംഗ്. ബ്ലാക്ക് ഹോൾസ് എന്ന് പഠനം നടത്തണം. എന്താ ഖുർആൻ പറയുന്ന ഈ ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. ഖുർആൻ പറഞ്ഞു, ഞാനൊരു സത്യം ചെയ്യുകയാണ്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, I swear by the falling place of stars. അല്ലാഹു സത്യം ചെയ്യാണ് നക്ഷത്രങ്ങൾ വീഴുന്ന സ്ഥലങ്ങളെ. എന്നിട്ട് പറഞ്ഞു വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. This is a great swearing if you but knew. നിങ്ങൾക്കറിയുമെങ്കിൽ ഇതൊരു ഗംഭീരമായ സത്യമാണ് ഞാൻ ചെയ്യുന്നത്. എന്റെ സൃഷ്ടികളിൽ വലിയ ഒരു സൃഷ്ടിയാണ് മവാഖിഉൻ നുജൂം. നക്ഷത്രങ്ങൾ വീഴുന്ന സ്ഥലം എന്ന് ഇന്നറിയപ്പെട്ടത് ബ്ലാക്ക് ഹോളുകളാണ്. ഒരു പ്രകാശം പോലും കടന്നാൽ ഇതിനുള്ളിൽ രക്ഷപ്പെടാൻ കഴിയില്ല. കുഴി എന്നൊക്കെ പറഞ്ഞ നമ്മൾ ഭൂമിയിലെ കുഴി പോലെ സങ്കല്പിക്കല്ലേ. നക്ഷത്രങ്ങൾക്ക് കടന്നു, ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ, ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ ഒന്നിച്ചു വീണാലും അതിൻ്റെ ഉള്ളിൽ പോയാൽ കാണൂല. അത്രയും അത്ഭുതപ്പെടുത്തുന്ന, ശാസ്ത്രകാരന്മാരുടെ അത്ഭുതപ്പെടുത്തുന്ന മഹാപ്രതിഭാസമാണ് ബ്ലാക്ക് ഹോളുകൾ. ഖുർആനിലെ ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം എന്താണ് പറയുന്നത്? നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന സ്ഥാനങ്ങളെ തന്നെയാണ് സത്യം. എന്നിട്ട് പറഞ്ഞു, ഇത് വെറും ഒരു സത്യമല്ല. നിങ്ങൾക്ക് സയൻസ് അറിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ മനസ്സിലാകും ഞാൻ ഈ സത്യം ചെയ്യുന്നത് ഒരു വലിയ മഹാപ്രതിഭാസമാണ്. ഇത് പറയുന്നത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. പുണ്യ നബി തങ്ങൾ അതിന് തഫ്സീർ തന്നിട്ടില്ല, കാര്യമായ വിശദീകരണം ഒന്നും തന്നില്ല. എല്ലാം അങ്ങനെയാ. സയൻസുമായി ബന്ധപ്പെട്ടത് മുഴുവൻ നിബിധങ്ങൾ ഇട്ടേച്ചു പോയി. അതിന്റെ സത്യമെങ്ങാനും പറഞ്ഞു കൊടുത്താൽ അന്നത്തെ ആട്ടിടയന്മാരായ കാട്ടറബികൾ ഇസ്ലാമിൽ ഇറങ്ങിപ്പോവും. അന്ന് ഭൂമി ഉരുളുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന കാലം, ഭൂമി ചലിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അത് പറഞ്ഞതോ അവർക്ക് തിരിയുന്ന ഭാഷയിൽ. وترى الجبال تحسبها جامدة وهي تمر مر السحاب صنع الله الذي أتقن كل شيء.
ഭൂമി തിരിയുന്നുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞ ആയത്താണിത്. പർവ്വതങ്ങളുടെ സഞ്ചാരത്തെ കുറിച്ച് പറഞ്ഞത്. പർവ്വതം സഞ്ചരിക്കുന്നു ഭൂമിയുടെ സഞ്ചാരത്തോടൊപ്പം. ഏതുപോലെ മേഘം സഞ്ചരിക്കുന്ന പോലെ. അതെങ്ങനെ? മേഘം സഞ്ചരിക്കുന്നത് കാറ്റിന്റെ സഞ്ചാരത്തിന്റെ കൂടെയാണ്. പർവ്വതങ്ങൾ സഞ്ചരിക്കുന്നത് ഭൂമിയുടെ ചലനത്തിന്റെ കൂടെയാണ്. 1,08,000 കിലോമീറ്റർ 1 മണിക്കൂറിൽ സഞ്ചരിക്കുന്ന സാധനത്തിന്റെ മുകളിൽ നമ്മൾ ഇരിക്കുന്നത്. കടിയങ്ങാടിപ്പേ 1 മണിക്കൂർ നമ്മൾ ഇരിക്കുമ്പോഴേ നമ്മളെയും കൊണ്ട് ഭൂമി സൂര്യന്റെ ചുറ്റും ഓടുന്ന ഓട്ടം എത്രയെന്നറിയോ? 1,08,000 കിലോമീറ്റർ. കോഴിക്കോട്ടേക്ക് എത്ര കിലോമീറ്ററാ? 60? 45 കിലോമീറ്റർ. 1 മണിക്കൂർ എടുക്കൂലേ? മതിയോ 1 മണിക്കൂർ? ഇപ്പോഴൊക്കെ മതിയാവൂലേ ഈ ടൈമില്? രാത്രി ആയതുകൊണ്ട് 1 മണിക്കൂർ കൊണ്ട് ഭൂമി നമ്മളെ കൊണ്ട് ഓടുന്ന ഓട്ടം എത്രയാ? 1,08,000 കിലോമീറ്റർ. എത്ര ദൂരം പോകാൻ പറ്റും? ഗൾഫിക്ക് 2,600 കിലോമീറ്റർ ഉള്ളൂ. കുവൈറ്റിലേക്ക്, ഏറ്റവും ദൂരമുള്ള ഗൾഫ് രാജ്യം, കുവൈറ്റിലേക്ക് 3,600 കിലോമീറ്റർ കാണുന്നുള്ളൂ. 1,08,000 കിലോമീറ്റർ നമ്മളെയും കൊണ്ട് ഭൂമി ഓടുന്നുണ്ട്. ഇത് ഖുർആൻ പറഞ്ഞത് വലിയൊരു അത്ഭുതമുള്ള ആയത്തിലൂടെയാണ്. നബിയെ, ഈ പർവ്വതങ്ങളൊന്നും അനങ്ങുന്നില്ല എന്ന് കണ്ടാൽ തോന്നുന്നില്ലേ? ഇവകളൊക്കെ സഞ്ചരിക്കുന്നുണ്ട് മേഘം സഞ്ചരിക്കുന്ന പോലെ. നമ്മൾ അഭിമാനിക്കണം. വിശുദ്ധ ഖുർആൻ നമ്മുടെ ഗ്രന്ഥമാണ്. 1400 കൊല്ലം മുമ്പുള്ള കാട്ടറബിക്ക് തിരിയുന്ന ഭാഷയിൽ അന്ന് പറഞ്ഞത് സയൻസ് ആയിരുന്നു. 21-ാം നൂറ്റാണ്ടുകാരന്റെ സയൻസ് മുന്നിൽ വെച്ചുകൊണ്ട് പരിശോധിച്ചാലും മാഷാ അല്ലാഹ് സുബ്ഹാനകൽ ഖാലിഖ്, അല്ലാഹുവിന്റെ അസ്തിത്വം മനസ്സിലാക്കാൻ കഴിയുന്ന ഗ്രന്ഥം. അതാ ഖുർആന്റെ പ്രത്യേകത. അതാ അന്ന് ആ വചനങ്ങൾ തിരുത്തേണ്ട ആവശ്യമില്ല. അതേ വാക്കുകളിൽ ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഇത് തെളിഞ്ഞിങ്ങനെ വരും. ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് മാറുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങൾ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് അങ്ങനെയാണ്. അവർക്ക് തിരിയാത്തതുപോലും സത്യസന്ധമായി അവർ ഉദ്ധരിച്ചു തന്നു. എന്തിനെന്നറിയോ? ഇത് ഇതൊരു ഇൽമാണ്. ആ ഇൽമ നഷ്ടപ്പെടരുത്. ഇദാ റഅയ്ത ജിബാല മക്ക ബുഇജത് ഖളായിം, മക്കയുടെ പർവ്വതങ്ങളിൽ തുരങ്കങ്ങൾ ഉണ്ടായാൽ ഫഖദ് അദല്ലത്തി സാഅ, ഖിയാമത്ത് നാളിന്റെ അരികത്തെത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. പുണ്യനബി തങ്ങളുടെ ഹദീസാണ്, അല്ലെങ്കിൽ മർഫൂആയി ഉദ്ധരിക്കപ്പെടുന്നതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. എന്താണത്? ഇദാ റഅയ്ത ജിബാല മക്ക ബുഇജത് ഖളായിം, മക്കക്ക് ടണലുകളുണ്ട്. പാറമലകൾ എങ്ങനെ തുറക്കാനാണ്? പുരാതന കാലത്തെ മനുഷ്യന് ചിന്തിക്കാൻ പറ്റുമോ? ഇന്ന് മക്കയിൽ എത്ര ടണലുകളുണ്ട്? വണ്ടി ബസ്സൊക്കെ പോകുന്ന ടണലല്ലേ? മക്കയിൽ പോയിട്ടില്ലേ? മക്കയിൽ പോയിരുന്നു കൈപൊക്കിയട്ടെ. മാഷാ അല്ലാഹ്, അല്ലാഹു ഒരുപാട് തവണ എത്തിയവർക്ക് എത്താനും എത്താത്തവർക്കും അവിടെ എത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വിശുദ്ധമായ ഭൂമികയാണത്. അതൊരു ഖിയാമത്തിന്റെ അടയാളമാണ്. പുണ്യനബി തങ്ങൾ പറയാം, മക്കയുടെ മലകൾക്ക് തുരങ്കങ്ങൾ ഉണ്ടാകുന്നത്. മക്കയിലെ പാറ തുറക്കണമെങ്കിൽ എത്ര ടെക്നോളജി വേണം? ആ ടെക്നോളജി ഉണ്ടാണെങ്കിലല്ലേ തുറക്കാൻ പറ്റുള്ളൂ. തുറന്നില്ലേ? മിനായിലേക്ക് തുരങ്കങ്ങളുണ്ട്. ജബൽ അബി ഖുബൈസിന്റെ ഉള്ളിലൂടെ തുരങ്കം, ജബൽ ഉമർ, എന്താ വലിയ വലിയ പ്രൊജക്ടുകളല്ലേ? മലകൾ തുരക്കുകയാണ്, തുരങ്കങ്ങളുണ്ട്. നമ്മുടെ മുമ്പിൽ കണ്ടു കഴിഞ്ഞ സംഭവങ്ങൾ ഇതൊക്കെ അന്ന് അവർ എഴുതി വെച്ചു. തിരിയാത്തതല്ലേ, എന്നോട് കിടന്നോട്ട് മിണ്ടണ്ട എന്നല്ല അവർ തീരുമാനിച്ചു. നമുക്കറിഞ്ഞില്ല, വേണ്ട. ഫിർഔന്റെ ശരീരം അല്ലാഹു സൂക്ഷിച്ചു വെക്കുന്നു പറഞ്ഞില്ലേ? ഏതെങ്കിലും ഒരു സഹാബി ചോദിച്ചോ, നബിയെ ഞങ്ങളൊക്കെ ഈജിപ്ത് പോകാറുണ്ട്, ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഫിർഔന്റെ ബോഡി എവിടെയാണ്? ഒരു സഹാബി ചോദിച്ചോ? ഇല്ല. എന്താ ഖുർആൻ പറഞ്ഞത്? അൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. സ്റ്റുഡൻസിന്റെ ഇവിടെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വിദ്യാർത്ഥിനികളുണ്ട്. അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് ഇത്. അൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഫറോവ, നിന്റെ ശരീരം ഞാൻ ഇന്നിവിടെ സൂക്ഷിച്ചു വെക്കുകയാണ്. എന്തിന്? ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ ശേഷം വരാൻ പോകുന്ന ആളുകൾക്ക് നീ ഒരു ദൃഷ്ടാന്തമായി ഇവിടെ നിൽക്കണം. നിന്നെ പോലത്തെ ഏകാധിപതിയും സ്വേച്ഛാധിപതിയും മനുഷ്യരെ നരനായാട്ട് ചെയ്യുകയും പിഞ്ചുമക്കളെ നിഷ്ഠൂരമായി കൊല ചെയ്യുകയും ചെയ്ത ഞാനാണ് പടച്ച തമ്പുരാൻ എന്ന് ലോകത്ത് വാദം ചെയ്ത നിന്നെ എന്താണ് ഞാൻ ചെയ്തത് എന്ന് ലോകത്തിന് കാണണം. അതിന് നിന്റെ ബോഡി ഞാൻ എടുത്തു വെക്കും. ആര് പറഞ്ഞു? അല്ലാഹു തആല. ഖുർആൻ ഇറങ്ങുമ്പോ ആ ബോഡി കിട്ടിയോ? ഇല്ല. സ്വഹാബത്തിന്റെ കാലത്ത് കിട്ടിയോ? കിട്ടിയില്ല. താബിഈങ്ങൾ, ഇസ്ലാമിന്റെ നൂറ്റാണ്ടിൽ 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13-ാം നൂറ്റാണ്ടാകുമ്പോഴാണ് കിട്ടുന്നത്. 13 നൂറ്റാണ്ടുകൾക്ക് ശേഷം. ആ കാലഘട്ടങ്ങളിലെ ഖുർആൻ വിശ്വസിക്കുന്നവരാരും ചോദിച്ചില്ല,
ഇങ്ങനൊരു പരാമർശം ഉണ്ടല്ലോ. എന്നിട്ട് മൂപ്പര് എവിടെ, ഫറോവ എവിടെ? അല്ലാഹു പറയണു ഫറോവന്റെ ബോഡി കെട്ടും, നമ്മൾക്ക് കിട്ടിയില്ലല്ലോ, അതെവിടെ എന്നൊരു ചോദ്യം അവരാരും ചോദിച്ചില്ല എന്നത് അവരുടെ ഈമാനിന്റെ കരുത്താണ്. അത് നമുക്ക് കണ്ടില്ലെങ്കിലും അല്ലാഹു പറഞ്ഞില്ലേ അത് അവിടെ ഉണ്ട്. മസീഹുദ് ദജ്ജാലിനെ അല്ലാഹു തആല ഒരു കടലിന്റെ ഗുഹയിൽ, ഒരു ദ്വീപിനുള്ളിൽ അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. സ്വഹീഹായ ഹദീസാണ്, ഹദീസുൽ ജസ്സാസ, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. ഇൻസിലു ഇലാ ദൈരിൻ, താഴെ ഒരു ഗുഹയുണ്ട്, അവിടെ പോയി നോക്കിയാൽ അവനെ കാണാൻ കഴിയുമെന്ന് മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മഹാൻ പറഞ്ഞതാ ഞങ്ങളോട് മസീഹുദ് ദജ്ജാൽ പറഞ്ഞ വാക്കാണത്. മസീഹുദ് ദജ്ജാൽ ദാബത്തുൽ അർള് എന്നൊരു മൃഗം ഞങ്ങളോട് പറഞ്ഞതാണ്, ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ ഇൻസിലു ഇലാ ദൈർ, താഴെയുള്ള ഗുഹയിലേക്ക് പോയാൽ മതി. ഹദീസ് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അവൻ അവിടെ ഉണ്ട്. നമ്മൾ എവിടെയായിരിക്കും ബദല? ഏത് GPS ഇട്ടാ കിട്ടും ഫറോവന്റെ ഒരു ദജ്ജാലിന്റെ സ്ഥലം ഒന്ന് അടിച്ചാൽ കിട്ടുമോ? കിട്ടൂല. നമുക്കറിയില്ല, അള്ളാഹു ഒളിപ്പിച്ചു വെച്ചതല്ലേ. ആ മുങ്ങിയ മലേഷ്യൻ ഫ്ലൈറ്റ് വരെ ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് ഭൂമിന്റെ ഉള്ളിൽ കിടക്കുന്ന സംഭവമാണ്. നമ്മൾ ചൊവ്വയിലേക്കാണ് നോക്കുന്നത്. ഭൂമിന്റെ ഉള്ളില് 100-300 യാത്രക്കാരെ കൊണ്ട് കൂപ്പുകുത്തിയ ആ ഫ്ലൈറ്റിന്റെ റക്സ് വരെ ഇതുവരെ കിട്ടിയിട്ടില്ല. എവിടെയാണെന്ന് അല്ലേ അറിയുന്നില്ല. എന്നിട്ട് നമ്മൾ പറഞ്ഞ ഭയങ്കര സംഭവം മനുഷ്യൻ. കാം ഡൗൺ, വലിയ അഹങ്കാരമൊന്നും വേണ്ട. അള്ളാഹു പഠിപ്പിക്കുകയാണത്. അള്ളാഹു ഒളിപ്പിച്ചു വെച്ചു. ദുൽഖർനൈൻ ചക്രവർത്തി യജൂജ് മഅജൂജുകളെ ഒരു കോപ്പറിന്റെ കല്ലുകളാൽ ഉണ്ടാക്കിയ ഒരു മലയുടെ പിറകിൽ തളച്ചു നിർത്തിയതാണ്. എവിടെയാണ് ആ മല? അബുൽ കലാം ആസാദ് എന്നവരെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ ജോർജിയയുടെ ഭാഗത്താവണം. അതായത് വിലാദി കുഖാസിന്റെയും ടിബിലിസി എയർപോർട്ടുള്ള സ്ഥലമാണ് ജോർജിയയിൽ പോയ ആൾക്കാരുണ്ടാവും ചിലപ്പോ. അതിന്റെ ഇടയിലുള്ള ദാരിയാൽ മലഞ്ചെരുവിലാണ് ഈ ചുരമുള്ളത് എന്ന് മൗലാന അബുൽ കലാം ആസാദിന്റെ ഒരു ഖുർആൻ വ്യാഖ്യാനത്തിലുണ്ട്. പക്ഷേ അവിടെ ചെന്നാൽ കണ്ടുകൊള്ളുന്നില്ല. ആരെ? യജൂജ് മഅജൂജുകളെ കാണുന്നില്ല. അവരത് തുരക്കുന്നുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അത് സമയമായാൽ അള്ളാഹു കാണിച്ചു തരും. 13 നൂറ്റാണ്ടുകളോളം മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കാതെ 1901 20-ാം നൂറ്റാണ്ട് പിറക്കുന്ന കാലം ഫറോവയുടെ ഡെഡ് ബോഡി നൈലിന്റെ ഡെൽറ്റയിൽ നിന്ന് കണ്ടെടുക്കപ്പെടുകയാണ്. ഇപ്പോ ഈജിപ്തിന്റെ സിവിലൈസേഷൻ മ്യൂസിയം ഉണ്ട്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ മ്യൂസിയം കെയ്റോവിലെ ഏറ്റവും പുതിയ മ്യൂസിയമാണ്. 2022 കൊറോണയ്ക്ക് ശേഷം ഓപ്പൺ ആക്കിയത്, 2022 ഓപ്പൺ ആക്കിയത്. ഫറോവനെ അവിടെ കാണാൻ പറ്റും. അങ്ങനെ കിടക്കുന്നുണ്ട്. വേറെയും ഒരുപാട് ഫറോവമാർ, പെണ്ണുങ്ങളും ആണുങ്ങളുമായ ഭരണാധികാരികളൊക്കെ അവിടെ കിടക്കും. 10-19ഓളം 21ഓളം ചിലപ്പോൾ 1-2 ആളുകളെ കൊണ്ടുപോകും, പഠിക്കാൻ വേണ്ടി കൊണ്ടുപോകും പല ലോകത്തിന്റെ പല ലാബുകളിലേക്കും. ഒരു 10-18 ഡെഡ് ബോഡികൾ അവിടെ കാണും. അതിൽ ഒന്ന് ഫറോവയാണ്, റംസീസ് രണ്ടാമനാണ്. ഇതല്ലാഹു ചെയ്ത് എപ്പോഴെന്നറിയോ? യുക്തിചിന്തകൾ മനുഷ്യന്റെ തലയിലേക്ക് കയറി വന്ന കാലം. ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പൊ ചോദിച്ചെന്ന് വരും, ഖുർആൻ സത്യമാണെങ്കിൽ ഇത് കാണണ്ടേ? ഞാൻ കണ്ടോ, പോയിക്കോ, ഈജിപ്തിലേക്ക് പോയിക്കോ, പെട്ടെന്ന് കിട്ടും. ഓൺ അറൈവൽ വിസ കിട്ടും ചിലപ്പോ. ഞാൻ പോയിട്ടുണ്ട്, കുറെ പ്രാവശ്യം പോയിട്ടുണ്ട്. ഫറോവനെ കണ്ടിട്ടുണ്ട്. കണ്ട ആൾക്കാർ വേറെ ഉണ്ടായിരിക്കും. അള്ളാഹു എഴുതി വെച്ചത് പടച്ച തമ്പുരാൻ പുണ്യനബിക്ക് അറിയിച്ചു കൊടുത്തത് സത്യമാണെന്ന് പുലർത്തുകയാണ്. ഞാൻ പറഞ്ഞത്, ഒരു സ്വഹാബിയും പുണ്യനബിയോട് അത് ചോദിച്ചിട്ടില്ല. നബിയെ ഫറോവ ഉണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ ഖുർആനിൽ, എവിടെയാണ് അവലെ മൂപ്പരെ ബോഡി? സ്വഹാബികൾ ചോദിച്ചിട്ടില്ല. അതാണ് അത്ഭുതം. എന്തേ? അങ്ങെന്ത് പറയുന്നുവോ അത് സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഞങ്ങൾ കണ്ടാലും ഇല്ലെങ്കിലും. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹദീസുകളുടെ ലോകം വല്ലാത്ത ഒരു ലോകമാണ്. ഏതായിരുന്നാലും ചിരിയുടെയും പുഞ്ചിരിയുടെയും ഭാഗമെന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹെഡിങ് ഇട്ടുകൊണ്ട് പഠിപ്പിക്കുന്ന ഭാഗം. പലതരത്തിലുള്ള ചിരി വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയായ സാറാ ബീവി പുഞ്ചിരിച്ചു, ചിരിച്ചു. എപ്പോ? സാറാ ബീവിയുടെ ഖബറുള്ളത് ഹിബ്രോണിലാണ്. ഹിബ്രോൺ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഭരിക്കുന്ന സ്ഥലമാണ്, ഫലസ്തീനിന്റെ ഒക്യുപ്പൈഡ് പാലസ്റ്റൈൻ. ഹിബ്രോൺ, ഖലീൽ എന്നാണ് അറബിയിൽ പറയാ. സ്ഥലത്തിന്റെ പേര് ഖലീൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരിലാണുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അൽ ഹറമുൽ ഖലീലി എന്ന് പറയുന്ന ആ ഒരു പള്ളിയിലേക്ക് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ വലതുഭാഗത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം, മേലോട്ട് കയറി ചെന്ന് റൈറ്റിലേക്ക് ചെന്ന് പ്രധാന പള്ളിയിലേക്ക് കയറി ചെല്ലുന്നിടത്ത് ഹാദിഹി ഉമ്മുനാ സാറ,
നമ്മുടെ ഉമ്മയായ സാറാ ബീവിയാണിത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ മഹദിയുടെ ഖബറുണ്ട് അവിടെ. അത് കഴിഞ്ഞ് ഇടത്തോട്ട് പള്ളിയുടെ മുൻവശത്തേക്ക് മെഹ്റാബിന്റെ ഭാഗത്തേക്ക് ചെന്നാൽ ഇമാം മിമ്പറ നിൽക്കുന്ന മിമ്പറയുടെ തൊട്ടു മുമ്പിൽ മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, അതിന്റെ നേരെ ഇടതുഭാഗം ഇസ്ഹാഖ് നബിയുടെ ഭാര്യ റിഫ്ഖ ബീവി, അതിന്റെ ബാക്കിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാം അപ്പുറത്തൊരു റൂമുണ്ട്, അവിടെയാണ് മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം. യാക്കൂബ് നബിയുടെ ജൂതന്മാരാ. യാക്കൂബ് നബിയുടെ യാക്കൂബ് എന്ന നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. അതുകൊണ്ട് ജൂതന്മാര് ഇത് ഞങ്ങളുടെ ആളാന്ന് പറഞ്ഞത് അവരുടെ ഭാഗമായി വെച്ചില്ല. അവിടെ നമുക്ക് സിയാറത്ത് ചെയ്യാൻ കഴിയില്ല, യാക്കൂബ് നബിനെ കാണാൻ കഴിയില്ല. യാക്കൂബ് നബി ജൂതന്മാരുടെ ഭാഗമാണ്. അവര് യാക്കൂബ് നബി എന്ന യാക്കൂബ് എന്ന വാക്ക്, ഇസ്രായേൽ എന്നത് യാക്കൂബ് നബിന്റെ അപരനാമമാണ്. അപ്പൊ അങ്ങനെ ഒരു വല്ലാത്തൊരു അവർക്കൊരു ഒരു ഇമോഷണൽ ബന്ധം യാക്കൂബ് നബിയോടുണ്ടെന്നാണ് അവർ പറയാ. അവരൊക്കെ അംബിയ ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലി. സാറാ ബീവി ഉണ്ട് അവിടെ. ആരുടെ ഉമ്മയാണ്? ഇസ്ഹാഖ് നബിയുടെ ഉമ്മയാ. ഇസ്ഹാഖ് നബിന്റെ മഖാമും ആ ഒരൊറ്റ പള്ളി കോമ്പൗണ്ടിന്റെ ഉള്ളിലാണ്. ഇസ്ഹാഖ് ഇപ്പോഴത്തെ റിഫ്ഖ ബീവി, റഫീഖ് എന്ന് പറയില്ലേ, റിഫ്ഖ. ആ റിഫ്ഖയാണ് ഇംഗ്ലീഷുകാരൻ റബേക്ക എന്നാക്കിയത്. ഇംഗ്ലീഷിലൊക്കെ റബേക്ക എന്ന് പറഞ്ഞ പെൺകുട്ടികളുടെ പേരുണ്ടോ? റബേക്ക, ബെക്ക എന്ന് പറയും. ചെറിയ അതിന്റെ തസ്ഗീറ കിട്ടി ബെക്ക എന്ന് പറയും, റബേക്ക. അത് ആരാണ്? റിഫ്ഖയാണ്. ഇസ്ഹാഖ് നബിന്റെ ഭാര്യയുടെ പേരാണത്, റിഫ്ഖ ബീവി റളിയല്ലാഹു അൻഹാ. സാറാ ബീവി അവിടെ ഉണ്ട്. അന്ന് കുഞ്ഞുണ്ടായിരുന്നില്ല. അപ്പൊ 3 അതിഥികൾ ഇബ്രാഹിം നബിയുടെ വീട്ടിലേക്ക് വന്ന ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. അവർക്ക് ഉടനെ ഒരു മാംസം റെഡിയാക്കി കൊടുത്തു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പക്ഷെ അവരാരും തിന്നുന്നില്ല. ശത്രുക്കളാണെങ്കിലാണല്ലോ തിന്നാതിരിക്കുക. വീട്ടിൽ കയറി വന്നിട്ട് അതിഥികളായി വരുന്നവര് ഭക്ഷണം കഴിക്കൂലേ? അവര് ഭക്ഷണം കഴിക്കാതെ കണ്ടപ്പോ ഇബ്രാഹിം നബി പേടിച്ചു. അപ്പൊ നിങ്ങൾ ആരാണ്? ഞങ്ങൾ മലക്കുകളാണ്, മാലാഖമാരാണ് ഇബ്രാഹിം നബിയെ. ഞങ്ങൾ തിന്നില്ല, ഞങ്ങൾ കുടിക്കില്ല, ഞങ്ങൾക്ക് കുടുംബജീവിതം അങ്ങനെ നാണും പെണ്ണെന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. എന്തിനു വന്നതാണ്? 2 മിഷൻ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഒന്ന്, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം സ്വർഗ്ഗഭോഗികളാണ്, ഹോമോസെക്ഷൽസ്, ഗെയ്സ് എന്ന് പറയും. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ഇതൊക്കെ വലിയ ട്രെൻഡ്. ചിലർ പറയാം അതൊരു അസുഖമാണ്, അവരെ കുറ്റം പറയാൻ പറ്റൂല. ഇന്നത്തെ ഇബ്ലീസിന്റെ ഏറ്റവും വലിയ കുതന്ത്രമാണത്. തിന്മയിലേക്ക് മനുഷ്യൻ ടെൻഡൻസി ഉണ്ടാകും. അത് ഹോർമോണുകൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഉണ്ടാവുക. പക്ഷേ ഒരു സംഗതിയുടെ മോറൽ സൈഡിനെ തീരെ കണ്ണുകൊണ്ട് കാണാതെ, ചിലർക്ക് പെണ്ണിനെ കല്യാണം കഴിക്കണം എന്നല്ല തോന്നുക, ആണിനെ കല്യാണം കഴിക്കാനാ തോന്നുന്നത്. അങ്ങനെ ആയിക്കോട്ടെ, അതിനെ സമ്മതിച്ചു കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട്, അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്തുന്ന സംവിധാനങ്ങളുണ്ട്. ഇസ്ലാമിൽ അത് ഹറാമാണെന്ന് മാത്രമല്ല, മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത കടുത്ത പാതകമാണിതെന്ന് പറഞ്ഞ് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ സൊഡോം ഗൊമറ എന്ന് പറയുന്ന 2 നാടുകളെ, ചാവുകടലിന്റെ തൊട്ടപ്പുറത്തുള്ള നാടുകളാണ്. ഇന്നും ചാവുകടലിന്റെ സൈഡിലൂടെ ഈജിപ്തിലേക്ക്, സീനായിലേക്ക് യാത്ര ചെയ്താൽ നമ്മുടെ വലതുഭാഗം ചെളിയായി മറിച്ചിടപ്പെട്ട സ്ഥലം കാണാൻ കഴിയും. അവിടെയാണ് സൗജത്തു ലൂത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ലൂത്ത് നബിയുടെ ഭാര്യ. ഒരു പാറയുടെ മുകളിലേക്ക് നോക്കി ഒരു പെണ്ണിന്റെ രൂപം പോലെ ഒരു പാറക്കല്ല് കാണാൻ കഴിയും. അത് ലൂത്ത് നബിന്റെ ഭാര്യയാണ്, നമുക്കറിയില്ല. പക്ഷേ അവിടെ അങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, സൗജത്തു ലൂത്ത് അലൈഹിസ്സലാം. ആ നാടിനെ കീഴ്മേൽ മറിച്ചിട്ടതാണ്. എന്താ അവരുടെ വിഷയം? ഗെയ്സ്, സ്വർഗ്ഗഭോഗികളായിരുന്നു അവര്. ലൂത്ത് നബി പറഞ്ഞു, എന്ത് പണിയാ നിങ്ങൾ ചെയ്യുന്നത്? മാന്യമായി വിവാഹം ചെയ്ത് ജീവിച്ചൂടെ? അവര് പറഞ്ഞു, നിങ്ങ വല്ല പുണ്യവാളനായി നിൽക്കണ്ട ലൂത്തെ, നിന്നെ ഞങ്ങൾ കല്ലെടുത്ത് കൊല്ലും. അള്ളാന്റെ അദാബ് അങ്ങോട്ട് വന്നു, ഭൂമിക്ക് കീഴ്മേൽ മറിച്ചിട്ടതാണ്. അപ്പൊ എന്താ പറയാന്നറിയോ? അതൊക്കെ അവരുടെ നാച്ചുറൽ ടെൻഡൻസിയാണ്. ദേ ആർ ബോൺ ഗെയ്സ്, സോ ദേ ഷുഡ് ബി മാരീഡ് ടു ദ സിമിലർ ജെൻഡർ. എന്ത് വിടുവായുത്തമാണ് ഈ പറയുന്നത്? ഒരു കുട്ടി പറയാം, എനിക്കിങ്ങനെ എല്ലാവരും അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ ജനിച്ചത്, എന്റെ ഹോർമോൺ അങ്ങനെ, കാണുമല്ലോ മുഴുവൻ അടിക്കല. നിങ്ങൾ അടിക്കാൻ വിടുവോ? ഒരുത്തിന് തോന്നുന്നു വ്യഭിചരിച്ച് നടക്കണം, അവന്റെ ഹോർമോൺ അങ്ങനെയാണ്, നിങ്ങൾ വിടുവോ അതിനെ? ഒരുത്തൻ പറയുന്നു മോഷണം ചെയ്യലാണ് അവന്റെ ജോലി, എനിക്കങ്ങനെ തോന്നുന്നു, ആ ഒരു ടെൻഡൻസി ജന്മനാ എന്റെ ബോഡിയിലുണ്ട്, നിങ്ങൾ വിടുവോ? അതൊന്നും ചിന്തിക്കൂല. സ്വർഗ്ഗഭോഗം പറയുമ്പോ യുക്തിവാദികൾ അടക്കമുള്ള ആളുകൾ എഴുന്നേറ്റ് വരും, ഞങ്ങൾ ഓല ആൾക്കാരാന്ന് പറയാൻ. ഇതൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന സംവിധാനത്തിലാണ് മനുഷ്യ ശരീരത്തെ അള്ളാഹു പടച്ചത്. എല്ലാ മനുഷ്യർക്കും ദുരാഗ്രഹങ്ങളില്ലാഞ്ഞിട്ടാണോ? വ്യഭിചാരം ഇഷ്ടപ്പെടാത്തവരുണ്ടോ മനുഷ്യരിൽ? പക്ഷേ അള്ളാഹുവിന് വേണ്ട, പടച്ചതമ്പുരാൻ അരുതെന്ന് പറഞ്ഞു. ആ വഴിക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല. മദ്യപാനമാവട്ടെ, ലഹരിയാവട്ടെ, മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ശരീരം ആഗ്രഹിച്ചേക്കാം, പക്ഷേ എന്റെ റബ്ബിനത് ഇഷ്ടമല്ല, നമ്മൾ തൊടില്ല. ഗെയ്സും ലെസ്ബിയൻസും ഒക്കെ ഇത് തന്നെയാണ് വിഷയം. അരാജകത്വത്തിന് കോണി വെച്ചു കൊടുക്കുക, അരാജകത്വത്തിന് സല്യൂട്ട് അടിച്ചു കൊടുക്കുക. നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്ക് ബാക്ക് സപ്പോർട്ട് ഞങ്ങളുണ്ട്. ഇത് പിശാചിന്റെ പണിയാണ്.
ഇത് പിശാചിന്റെ പണിയാണ്. സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവർക്ക് കൊടുത്ത ശിക്ഷ പഠിക്കണം. ചരിത്രത്തിൽ ദാരുണമായുള്ള ശിക്ഷ കൊടുത്തിട്ടുണ്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. വ്യഭിചാരത്തിന്റെ ശിക്ഷയെക്കാളും കടുത്ത ശിക്ഷയാണ് സ്വർഗ്ഗഭോഗ രോഗികൾക്ക് കൊടുത്തത്. ശറഅ് ഇസ്ലാമിന്റെ ചരിത്രം അതാണ്. ഇത് മുസ്ലിമീങ്ങളോടാണ് ഞാൻ പറഞ്ഞത്. സ്വർഗ്ഗഭോഗം നല്ലതാണെന്ന് ചിന്തിക്കുന്ന ഒരു സ്വതന്ത്രവാദി, നീ നിന്റെ വഴിക്ക് പോയിക്കോ, നിന്നോടൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് എന്റെ ഉമ്മത്തിനോടാണ്. എന്നോടൊന്ന് ക്ലിപ്പ് ഉണ്ടാക്കി വരാൻ നിൽക്കണ്ട, നീ നിന്റെ വഴിക്ക് പോയിക്കോ. എന്റെ ഉമ്മത്തിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ മൈൻഡുകൾ കറപ്റ്റ് ചെയ്യപ്പെടരുത്. ധാർമ്മികതയും നന്മയും ലോകത്ത് നിലനിൽക്കണം. മനുഷ്യനെ മൃഗമാക്കി മാറ്റാനാണ് ഇവിടെ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മൃഗമല്ല, we are humans. നമ്മൾ എയ്പ്പുകളിൽ നിന്നുണ്ടായ കുരങ്ങളിൽ നിന്ന് ജനിച്ചു വളർന്നവരല്ല നമ്മൾ. ഖലഖല്ലാഹു ആദമ അലൈഹിസ്സലാം അലാ സൂറതിഹി. സയ്യിദുന ആദം നബി അലൈഹിസ്സലാം അതേ രൂപത്തിൽ പടക്കപ്പെട്ട നബിയാണ്, മനുഷ്യനാണ്. കുഞ്ഞായിട്ട് വളർന്നവരല്ല, കുരങ്ങിന്റെ രൂപം മാറിയതല്ല. ആദം നബിയുടെ രൂപം ഏതാണോ അതേ രൂപത്തിൽ തന്നെയാണ് അല്ലാഹു ആദം നബിനെ പടച്ചത്. മനുഷ്യന്റെ ഹ്യൂമൻ ബ്രെയിൻ, ഇത് പരിണാമ സിദ്ധാന്തത്തിന് വിശദീകരിക്കാൻ കഴിയില്ല. മനുഷ്യന്റെ ബ്രെയിൻ ഇങ്ങനെ ഡെവലപ്പ് ആയത് ഒരു ചിമ്പാൻസിയിൽ നിന്നാണെന്ന് പറയാൻ കഴിയോ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചവറുകൾ ഈ ഉമ്മത്തിന്റെ മുമ്പിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അരാജകത്വത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് വരാം. മഹാനവറുകളുടെ മുമ്പിൽ മഹാന്മാരായ അള്ളാഹുവിന്റെ ദൂതന്മാർ, ഏഞ്ചൽസ്, അവർ പറഞ്ഞു, ഇബ്രാഹിം നബിയെ, രണ്ട് ദൗത്യമാണ് ഞങ്ങളുടെ മുമ്പിൽ. ഒന്ന്, ലൂത്ത് നബിയുടെ നാട്ടുകാരെ കീഴ്മേൽ മറിച്ചിടാൻ പോവുകയാണ്. ഇന്ന ഫീഹാ ലൂത്താ, എന്റെ കസിനാണ് ലൂത്ത് നബി. അവിടെ വിശ്വാസികളുണ്ടല്ലോ, അവർക്കോ അവരെയൊക്കെ നമ്മൾ രക്ഷപ്പെടുത്തും. പക്ഷേ സ്വർഗ്ഗഭോഗികളായി ജീവിക്കുന്ന അവരെ നമ്മൾ കീഴ്മേൽ മറിച്ചിടുകയാണ്. അല്ലാഹു മറിച്ചിട്ടു. അത്തരം സംഭവങ്ങൾ നടന്നത് ഇന്നത്തെ സദേൺ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ജർമ്മനിയുടെയോ ഇറ്റലിയുടെയോ ഭാഗങ്ങളിൽ സ്വർഗ്ഗഭോഗം ചെയ്ത വ്യഭിചാരികളായ തെമ്മാടികളായ ആളുകളെ ലാവകൾ വന്ന് ദേഹത്തിലൂടെ ഒഴിച്ചിട്ട് കല്ലുകളായി നഗ്നരായി കിടക്കുന്ന ഇപ്പോഴും മ്യൂസിയം ഉണ്ട് അവിടെ. മുംപി എന്നാണ് ഇതിന് പറയുന്നത്. ആ പ്രദേശത്തിന് ഏത് കൺട്രിയിലെങ്കിലും, ജർമ്മനിയിലാണോ അല്ലെങ്കിൽ ഇറ്റലിയിലാണോ എന്ന് എനിക്കറിയില്ല. മുംപി എന്നാരെങ്കിലും നോക്കിയിട്ട് പറഞ്ഞതാ. സ്വർഗ രോഗികളും വ്യഭിചാരികളുമായ ഒരു നാട്ടുകാർക്ക് മീതെ ലാവ ഒഴുകി വന്നപ്പോ നഗ്നരായി കല്ലായി മാറിപ്പോയ മനുഷ്യ രൂപങ്ങൾ, ഒരു ടൗണ് മുഴുവൻ അങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷ വന്നതാണ്. ആരെങ്കിലും നോക്കിയോ? ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി, ഒന്ന് പരിശോധിച്ചു. മുംപി എന്ന് പറയുന്ന പ്രദേശം അള്ളാഹുവിന്റെ അദാബാണ്. ഖുർആൻ പറഞ്ഞ ചരിത്രങ്ങൾ ചിലത് നമുക്കറിയും, ചിലത് അറിയില്ല. അള്ളാഹു പറയും, ഇവരൊന്നും വിടൂല. അതുകൊണ്ട് അരാജകത്വങ്ങളിലേക്ക് പോകല്ലേ. ഒരൊറ്റ ജീവിതമേ നമ്മുടെ മുമ്പിലുള്ളൂ. 60-70 വയസ്സ് എത്തുമോ എന്ന് പോലും അറിയില്ല. അതിനിടക്ക് മരിക്കുമോ എന്നറിയില്ല. ഈ ഒരു ജീവിതം കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടണം. രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഈ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് സ്വർഗം വാങ്ങിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാലാകാലം നരകത്തിലേക്ക് പോകാം. ഈ ഓപ്ഷനാണ് ഖുർആൻ നൽകുന്നത്. എന്ത് ചെയ്യണം നിങ്ങൾ തീരുമാനിച്ചോ. രണ്ടാം ചാൻസ് ഇല്ല. There is no second chance. ഒരു ലൈഫേ നിങ്ങൾക്കുള്ളൂ. ആ ഒരു ലൈഫ് കൊണ്ട് കുതിര കളിക്കണോ, അതല്ല ഉത്തരവാദിത്വത്തോടുകൂടെ മനുഷ്യന് ബുദ്ധി തന്ന് പറഞ്ഞയച്ച പടച്ചതമ്പുരാന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണമോ? It's up to you. ആരും ആരെയുടെ നിർബന്ധിക്കുന്നില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. ഫമൻ അമില സാലിഹൻ ഫലിനഫ്സി, നന്മ ചെയ്യുന്നവർ അവരോട് തന്നെയാണ് നന്മ ചെയ്യുന്നത്. ആരെങ്കിലും തിന്മ ചെയ്യുന്നുവെങ്കിൽ അവരോട് തന്നെയാണ് തിന്മ ചെയ്യുന്നത്. വളരെ മനോഹരമാണ് അള്ളാഹുവിന്റെ ഭാഷ. There is no compulsion in the matter of religion. ഒരു നിർബന്ധ പരിവർത്തനം ആരോട്? എന്ത് ലവ് ജിഹാദ്, മണ്ണാങ്കട്ട, വെറുതെ ഓരോ അഭ്യാസം പറയുന്നത്. ആരാണിത് ചെയ്യുന്നത്? മീഡിയകൾ പടച്ചുണ്ടാക്കുന്ന പച്ചനുണകൾ എന്നല്ലാതെ ഇസ്ലാമിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ആള് കുറഞ്ഞൊരു വിഷയം ഇവിടെ ഇല്ല. ഉള്ള ആളുകൾ ക്വാളിറ്റി ഉള്ളവരാകണം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ആള് കുറവല്ല ഇവിടെ വിഷയം. നിങ്ങളുടെ വിശ്വാസത്തിന് ക്വാളിറ്റി വേണം. ആരോടും നിർബന്ധ പരിവർത്തനം ദീനിലില്ല. എങ്ങനെ ഇസ്ലാം ആവാൻ പറ്റും? മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവുകൊണ്ട് പറഞ്ഞാലേ മുസ്ലിം ആവും, അല്ലേ? എന്നല്ല വെറുതെ 10 തൊട്ട് ഒരാൾ ഇങ്ങനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവോ? അവന്റെ മനസ്സുകൊണ്ട് അയാൾ വിശ്വസിക്കണ്ടേ? നിങ്ങൾ ആരെ നിർബന്ധിച്ച് പ്രലോഭിപ്പിച്ചാലും മനസ്സിനുള്ളിലുണ്ടോ ഇല്ലേന്ന് അയാൾക്കും പടച്ചവനല്ലേ അറിയൂ. മനസ്സിലുണ്ടെങ്കിലല്ലേ വിശ്വാസം സ്വീകരിക്കപ്പെടൂ. പിന്നെ എങ്ങനെ നിർബന്ധ പരിവർത്തനം എന്ന് പറയാം? എങ്ങനെ പിന്നെ കമ്പൽഷൻ ഉണ്ടെന്ന് പറയാ? ഇസ്ലാം എന്ന ആദർശം തന്നെ കമ്പൽ ചെയ്യാൻ പറ്റാത്ത വിഷയമാണ്. നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ കിടക്കുന്ന വിഷയമാണ്. പേടിപ്പിച്ചിട്ട് ഇങ്ങനെ കത്തി കാണിച്ചെടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലത്. പ്രത്യക്ഷത്തിൽ പറഞ്ഞേക്കാം, മുസ്ലിമാണോ? അല്ല. ശംസുലൈമയുടെ സംഭവം അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവൂലേ മുലിയാരെ എന്ന് ചോദിക്കുകയാണ് കോടതിയിൽ. വക്കീലിനെ കൂടെ പറഞ്ഞു, രണ്ടിട്ടും കൂടെ പറയുന്നു, ഇപ്പൊ നിങ്ങൾ മുസ്ലിം ആയോ?
ഇല്ലല്ല ഞാൻ അത് പറയാം. അതന്നെ, ഇങ്ങനെ പറഞ്ഞാലൊന്നും മുസ്ലിം ആവൂല. വക്കീൽ 3 വട്ടം പറഞ്ഞില്ല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് പറഞ്ഞാൽ മുസ്ലിം ആവൂല ഇസ്ലാമിൽ. മൂപ്പര് 3 വട്ടം പറഞ്ഞു. നിങ്ങൾ മുസ്ലിം ആണോ ഒപ്പം എന്ന് ചോദിച്ചു. ഇല്ലല്ല ഞാൻ അത് പറയാം. അത്രേ ഉള്ളൂ. ഇതിങ്ങനെ പറഞ്ഞാലൊന്നും ആവൂല. ഖൽബിനുള്ളിലേക്ക് കടക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ട് പറയുമ്പോഴേ ഇതാവുള്ളൂ. അല്ലാതെ ആർക്കും ആരെയുടെ നിർബന്ധിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല. പിന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ പറയണത്? ലവ് ജിഹാദ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഹിന്ദു മുസ്ലിമിനെയും മുസ്ലിം ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രേമത്തിന് കണ്ണും കയ്യും കാലൊന്നും ഇല്ലല്ലോ. അങ്ങനെ പോകുന്നുണ്ട്. അതിനൊന്നും പേരിടണ്ട. അത് നമ്മുടെ ആളുകൾ ആരെങ്കിലും അതിലുണ്ടെങ്കിൽ അതിന്റെ പേര് പിന്നെ ജിഹാദ് പിന്നിൽ വരിക എന്ന് മാത്രം. അതൊരു രസമാണല്ലോ. ഇപ്പോൾ ആയിക്കോട്ടെ.